जगच्ഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗേന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 12ാമത്തെ പദ്യം മുതലാണ്. മലയാളം വ്യാഖ്യാനത്തിലെ 12ാമത്തെ പദ്യം, 95ാമത്തെ പേജ്. അപ്പം അതിനു മുമ്പ് ഇന്നലെ നമ്മൾ ഒരു കാന്തം കൊണ്ടുണ്ടാക്കിയ കുടത്തിനകത്ത് വെച്ച ഒരു സൂചിയുടെ കാര്യം പറഞ്ഞു. അതിന് ഒരർത്ഥം കാന്തൻ കുടത്തിൻ്റെ പുറത്താണ് സൂചി സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ആ സൂചി ഈ കുടത്തിലേക്ക് ആകർഷിക്കപ്പെടും. പക്ഷെ കുടത്തിനകത്താണ് ആ സൂചി വച്ചിട്ടുള്ളതെങ്കിൽ അതവിടെ അതിൽ തന്നെ ഒട്ടി നിൽക്കും. ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലെ ബോധം ബഹിർമുഖമായാൽ, അതായത് മനസ്സിൻ്റെ ബഹിർമുഖാവസ്ഥ, പുറമേ പായുന്ന ഒരു പ്രവണത എല്ലാ മനസ്സുകൾക്കും ഉണ്ട്. അപ്പം അത് പുറത്തോട്ട് വിഷയങ്ങളിലേക്ക്, ലോക പദാർത്ഥങ്ങളിലേക്ക്, ദൃശ്യങ്ങളിലേക്ക് എന്നർത്ഥം. ഈ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളിലേക്ക് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദൃശ്യം എപ്പോഴും പുറത്താവണമെന്നില്ല. ഉള്ളിലും ദൃശ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ തന്നെ വിട്ട് മറ്റൊന്നിൽ മനസ്സ് പോയാൽ, അതിനെ ലക്ഷ്യമാക്കി നീങ്ങിയാൽ അതിനെയാണ് ബഹിർമുഖത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാന്തസൂചി പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് ആകർഷിക്കപ്പെടാതിരിക്കുന്നത് പോലെ, അല്ല ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ ആകർഷിക്കപ്പെടാതിരിക്കുന്നത് പോലെ, നമ്മിലെ ബോധം അന്തർമുഖമായിരുന്നാൽ ബാഹ്യ പദാർത്ഥങ്ങളിൽ ആകൃഷ്ടമാവില്ല. എന്നാൽ അത് വിഷയങ്ങളിൽ അല്ലെങ്കിൽ ബഹിർമുഖമായിരുന്നാൽ അത് പുറം വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ആത്മാവിൽ നമുക്ക് നിൽക്കാൻ സാധ്യമല്ലാതാവും. അപ്പൊ അന്തർമുഖത്വമാണ് വേണ്ടത്. അത് ഇന്നലെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇന്നത്തെ പദ്യത്തിലേക്ക് കിടക്കാം. ഇടുമ്പൈക്കേ കൊൾകലമായി 7 നരക്ക് ഈടാം കുടുംബത്തെ കുറ്റമറയ്ക്കിൻ നടുങ്കാരോ ഐവർ കൊരുവൻ അറുതൊഴിലൈ ചെയ്താൽ മെയ്യൈ പൊയ്യാക്കി വിടും. ഇടുമ്പൈക്കേ കൊൾകലമായി. 2 പുസ്തകത്തില് 2 വ്യാഖ്യാനങ്ങളാണ് ഞാൻ കണ്ടത്. രണ്ടും പറയാം. ഇടുമ്പൈ എന്ന് പറഞ്ഞാൽ ദുഃഖം, ദുരിതം, കഷ്ടപ്പാട് എന്നൊക്കെയാണ് അർത്ഥം. ഇടുക്കൺ എന്നൊരു വാക്കുണ്ട്. ഇടുക്കൺ വരുങ്കാൽ നകുക. ദുഃഖം വരുമ്പോ ചിരിക്കണം എന്നാണ്. എത്ര പേരെ കൊണ്ട് പറ്റും? എത്ര പേർക്ക് പറ്റും? കടുത്ത ദുഃഖം വരുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കുക, പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുക വലിയ ബുദ്ധിമുട്ടാണ്. പറയുന്നവർ പലതും പറഞ്ഞിട്ട് പോകും. ഇവിടെ നടപ്പിലാക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട്. ഇടുമ്പൈക്ക് കൊൾകലമായി, ദുരിതങ്ങൾ നിറച്ച ഒരു തോണി പോലെ ആണ് കുടുംബം. പക്ഷേ പലരും അത് ദുഃഖമയമാണ് എന്ന് തിരിച്ചറിയുക പോലും ചെയ്യുന്നില്ല. ഇതാണ് മായ എന്ന് പറയുന്നത്. നമ്മൾ കടുത്ത ദുഃഖത്തിൽ പെട്ടിരിക്കുമ്പോഴും അതിലൊരു സുഖം കണ്ടെത്തുന്നില്ലേ? ഇതാണ് മായ. ഇടുമ്പൈക്ക് കൊൾകലമായി. കൊൾകലം എന്ന് പറഞ്ഞാൽ അവിടെ തോണി, വഞ്ചി എന്നാണ് ഒരർത്ഥം. അപ്പൊ ദുരിതങ്ങൾ നിറച്ച ഒരു തോണി പോലെയാണ് ഈ ഗൃഹസ്ഥന്റെ ജീവിതം, കുടുംബ ജീവിതം. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് വളർത്തിയവന് മാത്രമേ, അല്ലെങ്കിൽ വളർത്തിയവൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. അതിലും പിതാവിനേക്കാൾ മാതാവിനാണ് ആ ദുഃഖം കൂടുതൽ മനസ്സിലാവൂ. അച്ഛൻ അത്ര കണ്ടൊന്നും അത് പിടികിട്ടിയെന്ന് വരില്ല. കാരണം ആ കുഞ്ഞിനെ കൂടെ ഇരുന്നു കൊണ്ട് എപ്പോഴും പരിപാലിക്കുന്നത് അമ്മയാണ്. അതിലൊരു പ്രായം എത്തുന്നത് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ നിയന്ത്രണം ഏറ്റെടുത്തോളൂ. അപ്പോൾ അതൊന്നും സുഖമാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ. എന്നാലും മനുഷ്യർ വിചാരിക്കുന്നത് എന്തെന്നോ, ഈ ദുഃഖത്തിലും ഞങ്ങൾ ഒരു സുഖം അനുഭവിക്കുന്നു എന്നാണ്. അവരോട് എന്ത് പറയാൻ? ജ്ഞാനികൾ എന്ന് പറയട്ടോ,
ദുഃഖത്തിലും സുഖം കണ്ടെത്തുന്നവർ എന്ന് പറഞ്ഞാൽ, പക്ഷേ ആ പറച്ചിലൊക്കെ വെറും പൊള്ളയായ പറച്ചിലാണ്. അതിലൊന്നും ഒരു കാര്യവുമില്ല. ചില കൊച്ചുങ്ങൾ രാത്രി ഉറങ്ങാറില്ല. അമ്മയാണെങ്കിൽ പകല് മുഴുവൻ ജോലി ചെയ്ത് തളർന്ന് വല്ലചേരി ഈ കൊച്ചിനെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് ഉറങ്ങാൻ തയ്യാറാവുമ്പോഴായിരിക്കും ഈ കൊച്ച് എണീറ്റ് കരയുന്നത്. ഒരു ഘട്ടം വന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ? പണ്ടാരം എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 അടി, ഇല്ലെങ്കിൽ ഒരു 2-3 നുള്ള്. അതെന്തേ അപ്പ സ്നേഹം കാണിക്കാത്തത് എന്താ? അല്ല, ഈ ദുഃഖത്തിനകത്ത് ഒരു സുഖമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെയും സുഖകരമായ ഒരു അനുഭവമാക്കി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ആ കുഞ്ഞിനോട് എന്തുകൊണ്ട് ദേഷ്യം കാണിക്കുന്നു? അതങ്ങനെയാണ്. ഇത് ലോകം മുഴുവൻ കണ്ടുവരുന്ന സംഗതിയാണ്. സർവ്വവ്യാപകമാണ് ഈ കാര്യം. ദുഃഖമുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട് എന്നാണ്. ഇന്ന് രാവിലെ കൊല്ലത്തൊരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പൊ ചോദിച്ചു, ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയെന്ന്. ഞാൻ ചോദിച്ചു, എന്താ ഉദ്ദേശിച്ചതെന്ന്. ഇല്ല, കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ഉണ്ടെങ്കിൽ അറിയിക്കും. ഒരാൾ പുറയുന്നു പറയാണ് ഭാഗ്യവാനെന്ന്. എപ്പോഴും നമ്മൾ ഈ സത്യത്തെ ഏതൊക്കെ രീതിയിൽ മൂടി മറിച്ചാലും നമ്മൾ അറിയാതെ അത് നമ്മുടെ നാവിലൂടെ പുറത്തു വരും. ഏത് ലൗകികനും ഏതെങ്കിലും സന്ദർഭത്തിൽ സത്യം വിളിച്ചു പറയും, അല്ലാതെ പറ്റില്ല. അയാളുടെ ഉള്ളിലെ ആ അഹങ്കാരമോ ഈഗോ കാരണമായിട്ട് ചിലപ്പോൾ അദ്ദേഹം അതിനെയൊക്കെ മൂടി മറയ്ക്കാൻ ശ്രമിച്ചു എന്ന് വരാം. പക്ഷെ അവരറിയാതെ ആ സത്യം പുറത്തു വരും. എന്തായാലും ഈ ഗൃഹസ്ഥന്റെ ജീവിതം ദുഃഖമയമാണ്. ഇനി വേറൊരർത്ഥം, ഈ കൊൾകലം എന്നുള്ളതിന് ധാന്യങ്ങൾ നിറച്ചു വയ്ക്കുന്ന, സൂക്ഷിക്കുന്ന ഒരു പാത്രം എന്നും അർത്ഥം പറയാം. കലം എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ കലം എന്ന് പറഞ്ഞാൽ വെള്ളം കോരാനും മറ്റും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനുള്ള ആ കുടം പോലെയുള്ളതിനെയാണല്ലോ നമ്മൾ കലം എന്ന് പറയുന്നത്. കുടം തന്നെയാണ്. അപ്പൊ ധാന്യപാത്രം പോലെയാണ്. ധാന്യപാത്രം പോലെ എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഈ ധാന്യപാത്രത്തിനകത്ത് നിറച്ചിരിക്കുന്നത് എന്താണെന്ന് അതിന്റെ മൂടി തുറക്കാതെ അറിയാൻ പറ്റില്ല. ഇതുപോലെ ഒരു ഗൃഹസ്ഥന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നവനെ മനസ്സിലാവും. ഒരു ബ്രഹ്മചാരിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് സമ്മതിക്കേണ്ടി വരും. കുറേയൊക്കെ ആൾക്കാരുടെ റിയാക്ഷനും മറ്റുമൊക്കെ കണ്ടിട്ട് ഇത് അല്പം പ്രശ്നമുള്ളതാണ് എന്നൊരു നിഗമനത്തിലെത്താമെന്നല്ലാതെ ശരിക്കും നമ്മൾ ഒരു ഘട്ടത്തിൽ ചെന്ന് പതിക്കുമ്പോൾ, ആ ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവുക. എന്തായാലും ഇത് ധാന്യപാത്രം പോലെയോ അല്ലെങ്കിൽ ഒരു തോണി പോലെയോ ആണ്. ഈ തോണി എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചാൽ സംസാര കടലിലാണ് ഈ തോണി ഇങ്ങനെ നീങ്ങുന്നത്. 7 നരകക്ക് ഈടാം. 7 നരകങ്ങൾക്ക് തുല്യമാണ് ഗൃഹസ്ഥന്റെ ജീവിതം. ഇതിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നില്ല. ഈ പ്രസ്താവന മാറ്റി പറയണം. പലർക്കും അഭിപ്രായം ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നല്ലത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും പൊതുവേ ഗൃഹസ്ഥന്റെ ജീവിതം ദുഃഖമയമാണ്. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് മിക്കവാറും ആൾക്കാർ. അവരുടെ സ്വാർത്ഥതയെ മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി പകൽ അധ്വാനിക്കുന്നവരാണ് എത്രയെത്ര ആൾക്കാർ. ഭർത്താവിന്റെ ശമ്പളം കൊണ്ട്, വരുമാനം കൊണ്ട് കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും സ്ത്രീകളും ജോലിക്ക് പോകുന്നത്. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആരെങ്കിലും പോകും. അപ്പൊ നിവൃത്തി കേട് കൊണ്ടാണ് ഈ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലിക്ക് പോകുന്നത്. അപ്പൊ എന്തായാലും ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല എന്നാണ് കണ്ണുടയ വള്ളലാർ സ്വാമികളുടെ തീരുമാനം. 7 നരകക്ക് ഈടാം. 7 നരകങ്ങൾ സമ്മാനിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ യാത്രക്കാരെ 7 നരകങ്ങളിൽ ഒരു പാരിതോഷികം, ഒരു സമ്മാനം എന്ന പോലെ കൊണ്ടെത്തിക്കുന്നു. ഏത്? കുടുംബം. ഈ തോണിയിൽ നിങ്ങൾ കയറിയില്ലേ, യാത്ര ഫ്രീ, 10 പൈസ കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഇതിനകത്ത് നിങ്ങൾ കയറിയോ നിങ്ങളെ നരകത്തിൽ എത്തിക്കുന്ന കാര്യം ഏറ്റവും ഒന്നല്ല 7 നരകം. 7 നരകങ്ങൾ സമ്മാനിക്കുന്നതും യാത്രക്കാർക്ക് 7 നരകങ്ങളിൽ ഒരു പാരിതോഷികം എന്ന പോലെ അവരെ കൊണ്ട് ചേർക്കുന്നതും ആണ്. അങ്ങനെയുള്ള കുടുംബത്തെ കുറ്റം മറയ്ക്കിൻ. ഇവിടെ കുറ്റം എന്ന് പറഞ്ഞാൽ ന്യൂനത, ദോഷം. എന്താണ് ദോഷം? അഹങ്കാര വശംബദനായ ജീവൻ ഈ കുടുംബം ദുഃഖമയമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല.
എത്രയോ പേര് കുടുംബം നടത്തുന്നുണ്ടല്ലോ, എത്രയോ ആൾക്കാർ ഗൃഹസ്ഥന്മാരായി ജീവിക്കുന്നുണ്ടല്ലോ. ശരി തന്നെയാണ്. പക്ഷെ നെഞ്ചിൽ കൈവച്ച് പറയൂ, ഇത് സുഖകരമായ ഏർപ്പാടാണോ? പലപ്പോഴും വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം പലരുടെയും ഉള്ളിൽ തോന്നുമെങ്കിലും അവരത് പുറത്ത് പ്രകടിപ്പിക്കാറില്ല. കാരണം ആ പ്രകടിപ്പിക്കാതിരിക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഈ അഹങ്കാരം തന്നെ. തനിക്കൊരു അബദ്ധം പറ്റിയെന്ന് എത്ര പേര് തുറന്ന് സമ്മതിക്കും? ആരെങ്കിലും സമ്മതിക്കും? ഈ അഹങ്കാരം ഉള്ളവരാരും സമ്മതിക്കാൻ പോണില്ല. അഹങ്കാരം ഇല്ലാത്തവര് എനിക്കൊരു അബദ്ധം പറ്റി, അത് അംഗീകരിക്കും, സമ്മതിക്കും. അപ്പൊ കുറ്റം മറയ്ക്കിൻ അഹങ്കാരം അവർക്ക് പറ്റിയ കുഴപ്പത്തെ മറച്ചു കളയുന്നു. അതുകൊണ്ട് ഈ ലൗകികന്മാർ ഒരിക്കലും ഈ കുടുംബ ഭരണം അല്ലെങ്കിൽ കുടുംബഭാരം ദുഃഖകരമാണ് എന്ന് സമ്മതിക്കില്ല. എന്നാൽ വിവേകികൾ അങ്ങനെയല്ല. വിവേകികൾ എന്തു ചെയ്യുന്നു? നടുങ്കാരോ, അവരിത് കണ്ട് ഭയന്ന് വിറയ്ക്കുന്നതാണ്. കുടുംബത്തെ കണ്ടിട്ട് ഈ ദുഃഖവും ദുരിതവും എന്തിന്? എന്റെ കാര്യം തന്നെ എനിക്ക് നോക്കാൻ വയ്യ. അതുകൊണ്ടാണ് തൻ്റെ കാര്യം നോക്കാൻ വേണ്ടി താൻ ഒരു വിവാഹം കഴിച്ചത്. പുരുഷൻ തൻ്റെ കാര്യം നോക്കാൻ വേണ്ടി സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. സ്ത്രീയുടെ കാര്യമോ തൻ്റെ കാര്യം നോക്കാൻ വേണ്ടി പുരുഷനെ വിവാഹം കഴിക്കുന്നു. ഇപ്പൊ ആരുടെ കാര്യം നോക്കും? അതും കൂടെ പറയണം. പരസ്പരാശ്രയത്വം, മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, അത് വലിയ കുഴപ്പമാണ്. കാരണം രണ്ട് പേര് ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രരായ രണ്ട് വ്യക്തികളാണ്. അതിൽ രണ്ടു പേർക്കും ഒരു അരക്ഷിതത്വ ബോധമുണ്ടാകുന്നു. അതായത് താൻ ഒറ്റയ്ക്കായാൽ പറ്റില്ല, ഒരാൾ കൂടെ പങ്കാളിയായിട്ട് വേണം, ജീവിത പങ്കാളിയായിട്ട് വേണം. അപ്പോൾ ജീവിതം പൂർണ്ണമായി. അങ്ങനെ രണ്ടുപേർക്കും കൂടെ ഇവിടെ ജീവിക്കാം എന്ന് കരുതിയാണ് ഇവർ രണ്ടുപേരും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. അവസാനം എന്താ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാതെ അവരവനെ പണ്ട് മുതലേ നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വിവാഹം കഴിച്ചത്. ഈ പരസ്പരാശ്രയത്വം എപ്പോഴും ദുഃഖകരമാണ്, അത് കള്ളമാണ് എന്നാണ്. ബ്രഹ്മത്തെ ആശ്രയിച്ച് പ്രപഞ്ചം നിൽക്കുന്നു. പ്രപഞ്ചം ഉണ്ട്, പ്രപഞ്ചത്തെ അനുഭവിച്ചിട്ടാണ് അതിന് അധിഷ്ഠാനമായ ബ്രഹ്മമുണ്ട് എന്ന് നമ്മൾ ഊഹിക്കുന്നത്. ഇങ്ങനെയുള്ള പരസ്പരാശ്രയത്വം കള്ളമാണെന്നാണ്, മിഥ്യയാണ്. നമുക്ക് വേണ്ടത് പരിപൂർണ സ്വാതന്ത്ര്യമാണ്. സ്വതന്ത്രരാകാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ വിവേകികൾ ഭയം കൊണ്ട് വിറയ്ക്കും ഈ കുടുംബത്തെ കണ്ട്, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ ഏർപ്പെടാൻ, ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ വിവേകികൾക്ക് ഭയമാണ്. നടുങ്കാരോ ഐവർക്കൊരുവൻ അറുതൊഴിലൈ ചെയ്തലാൽ. ഐവർക്കൊരുവൻ അറുതൊഴിലൈ ചെയ്തലാൽ. ഐവർക്ക് ഒരുവൻ എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങൾ, അല്ലെങ്കിൽ ആ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സ്. ആ മനസ്സ് 6 ജോലി ചെയ്യുന്നു എന്നാണ്. 5 ഇന്ദ്രിയങ്ങളുടെ അധിപനായ മനസ്സ് 6 തൊഴിൽ ചെയ്തലാൽ, ചെയ്യുന്നത് കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളോട് കൂടിയ ഒരാൾ, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയാധിപനായ മനസ്സുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആൾ കുടുംബ പോഷണത്തിനായി 6 തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. ചുമ്മാതെയാണോ ഒരു കുടുംബം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ? എളുപ്പമുള്ള കാര്യമാണോ ഒരു കുടുംബം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ? ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. തമിഴിൽ സാധാരണ പറയും, ഈ കല്യാണം കഴിക്കാതെ ഇങ്ങനെ 26, 27, 30 വയസ്സൊക്കെ നടക്കുന്ന പയ്യന്മാരെ കണ്ടാൽ അവനക്കൊരു കാൽക്കെട്ട് പോട വേണ്ടാമാ. അതെന്താണ് ഈ കാൽക്കെട്ട്? കാല് കെട്ടിയിടണമെന്ന്. അവനിങ്ങനെ സ്വതന്ത്രനായിട്ട് ചുറ്റിത്തിരിയാൻ പാടില്ല. അവന്റെ കാല് കെട്ടണം. അവന്റെ കാല് കെട്ടണമെങ്കിൽ അവൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടണം. അപ്പൊ ഇവന്റെ കാല് കെട്ടപ്പെടുന്നതാണ്, ബന്ധിക്കപ്പെടുന്നതാണ്. അപ്പൊ ഒരു കാലിലൊരു കെട്ടിടണ്ടേ ഇവന്? ഇവ ഇങ്ങനെ നടന്നാൽ മതിയോ? ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോ ഇവരൊക്കെ അറിയാതെ തന്നെ ഇതൊരു ബന്ധമാണ്, ബന്ധനമാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ? ഇവിടെ എന്താണ് 6 തൊഴിൽ എന്ന് പറയുന്നത്? കുടുംബ പോഷണത്തിന്, കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി 6 പ്രധാന തൊഴിലുകളാണ് മനുഷ്യൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഉഴവ്, തൊഴിൽ, വാണികം, എഴുത്ത്, ശില്പം, ഭരതം. ഓരോന്നും എന്താണെന്ന് പറയാം. ഉഴവ് എന്ന് പറഞ്ഞാൽ ഉഴുക, കൃഷി, അതാണ് ഒരു തൊഴിൽ. പിന്നെ തൊഴിൽ എന്നൊരെണ്ണമുണ്ട്. തമിഴില് തൊഴിൽ എന്ന് പറഞ്ഞാൽ ഉത്പാദിപ്പിക്കുക, മാനുഫാക്ചർ, എന്തെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് തൊഴിൽ. വാണികം അല്ലെങ്കിൽ വാണിഭം, നമ്മൾ പെൺവാണിഭം എന്നൊക്കെ മോശമായ അർത്ഥത്തിലാണ്. അങ്ങനെ അർത്ഥമില്ല. വ്യാപാരം, കച്ചവടം, ബിസിനസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വാണികം, ട്രേഡ്.
ചിലർ കച്ചവടമായിരിക്കും ചെയ്യുക. ഇനി നാലാമത്തതോ എഴുത്ത്, സാഹിത്യം, എന്തെങ്കിലും രചനകൾ, പുസ്തകങ്ങൾ എഴുതുക. അങ്ങനെ പണം സമ്പാദിച്ച് കുടുംബം പോറ്റുന്നവരുണ്ട്. എഴുത്ത്, ശില്പം, സ്കൾപ്ചർ, ശില്പം. ശില്പത്തെ തന്നെയാണ് തമിഴിൽ ശില്പം എന്ന് പറയുന്നത്. അതായത് ബൊമ്മകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആഭരണങ്ങളോ മറ്റേതെങ്കിലും കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുക. അതും ഒരു ഉപജീവന മാർഗമാണല്ലോ. അതാണ് ശില്പം. ഭരതം, ഭരതം എന്ന് പറഞ്ഞാൽ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഡാൻസ്, നൃത്തം. നർത്തകന്മാരും നർത്തകികളും ഉണ്ട്. ഇതിൽ മറ്റേ പാട്ടുകാരുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട, അതിനെയും കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചേർക്കാം. കലാകാരന്മാർ എന്ന് നമുക്ക് പൊതുവായിട്ട് ഒരർത്ഥം പറയാം. കലാകാരന്മാരും കലാകാരികളും, അത് അവരുടെ ഒരു ഉപജീവന മാർഗമാണ്. പാട്ടുപാടിയോ നൃത്തം ചെയ്തോ മൃദംഗം വായിച്ചോ വയലിൻ വായിച്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു കലയിൽ പ്രാവീണ്യം നേടി അതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവർ, ഉപജീവനം നടത്തുന്നവർ. ഇതാണ് പൊതുവെയുള്ള 6 തൊഴിൽ. ഐവർക്ക് ഒരുവൻ 6 തൊഴിലൈ ചെയ്തലാൽ. ഇങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അധിപനായ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളോട് കൂടിയ ഒരു മനുഷ്യൻ ഈ തരത്തിലുള്ള 6 തൊഴിലിനെ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് എന്താ ദോഷം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഒരാള് ഒരു വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളോടൊപ്പം ഒരു കുടുംബത്തെ ഇങ്ങനെ ഭരിച്ചു കൊണ്ടുവരുന്നു. കുടുംബനാഥനായിട്ട് ഭംഗിയായി നല്ല ഒരു കുടുംബനാഥനായിട്ട് അയാൾ ജീവിക്കുന്നു. ഇതിലെന്താ തെറ്റ് എന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഈ കുടുംബ ഭാരം ചുമലിൽ കയറ്റിവെച്ച് കുടുംബ പോഷണത്തിന് വേണ്ടി ആണല്ലോ ഈ 6 തൊഴിലിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോ പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, മെയ്യെ പൊയ്യാക്കി വിടും. മെയ് എന്ന് പറഞ്ഞാൽ സത്യം. ഈ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമായ ആ പരമാത്മാവാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിലവിലുള്ളത്. അതിനെ പൊയ് എന്ന പോലെ ആക്കും, മിഥ്യ എന്ന പോലെ ആക്കി കാണിക്കും. എന്ന് പറഞ്ഞാൽ ഈ വ്യവഹാരങ്ങളിൽ മുങ്ങി നമ്മുടെ ജീവിതം സത്യത്തെ ഓർമ്മിക്കാതെ ജീവിതം അവസാനിച്ചു പോകും. ഈ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിച്ച് നമുക്ക് വിചാരം ചെയ്യാൻ സമയം എവിടെ? എല്ലാവരും എന്താ ചെയ്യുന്നത്? അതൊക്കെ ആഫ്റ്റർ റിട്ടയർമെന്റ് എന്നാണ്. ആഫ്റ്റർ റിട്ടയർമെന്റും അല്ല, പോസ്റ്റ് റിട്ടയർമെന്റും അല്ല, പോസ്റ്റ് ഡെത്ത്, പോസ്റ്റ് മോർട്ടം ആയാലും ഒന്നും നടക്കാൻ പോണില്ല. കാരണം ഈ ജീവിതം മുഴുവൻ ഈ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് ആ വാസനകളിൽ മുങ്ങി കഴിയുന്ന ഒരാൾക്ക് ഈ ജീവിത അന്ത്യത്തിൽ എങ്ങനെ തത്വവിചാരം ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടാകും? ആലോചിക്കേണ്ട കാര്യമാണ്. ഉടനെ നമ്മൾ പറയും, ജനകൻ ചക്രവർത്തിയായിരുന്നല്ലോ, തത്വജ്ഞാനി ആയിരുന്നില്ലേ? പലരും ഇതാണ് പറയുന്നത്. ഗൃഹസ്ഥന് എന്തുകൊണ്ട് ആത്മജ്ഞാനം നേടിക്കൂടാ? കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ഈ തത്വബോധമൊക്കെ ഉണ്ടാക്കിക്കൂടാ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ജനകനെയാണ് ഉദാഹരണമാക്കി പറയുന്നത്. ഈ ജനകൻ മാത്രമേ ഉള്ളൂ ഉദാഹരണം. പിന്നെ 2ഓ 3ഓ ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുക്കാം. ഋഷഭ ചക്രവർത്തി. ബഹുഭൂരിപക്ഷം ജനങ്ങൾ കുടുംബികളാണ്. അവർക്ക് ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഈ ആത്മസാക്ഷാത്കാരം നേടാൻ സാധ്യമല്ല. അത് അസാധ്യം തന്നെയാണ്. നമ്മുടെ കാര്യം ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ട് മനസ്സിനെ ഈ തത്വത്തിൽ ഉറപ്പിച്ച് നിർത്തിയാൽ പോരെ, മതി, അത് മതി. പക്ഷെ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിലും ഇതിലും ഒക്കെ മനസ്സ് വ്യാപരിച്ച് ആർക്ക് ഈ സത്യത്തെ വിചാരം ചെയ്യാൻ സമയം? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മെയ്യെ പൊയ്യാക്കി വിടും, സത്യത്തെ മിഥ്യ എന്ന പോലെ മാറ്റിക്കളയും. എന്ത്? ഈ ഗൃഹസ്ഥന്റെ ജീവിതവും അതിലയാൾ ചെയ്യുന്ന കർമ്മങ്ങളും. ഉദ്ദേശം നല്ലതാണ്, കുടുംബം പോറ്റുക എന്നുള്ളതാണ് നല്ല ഉദ്ദേശം തന്നെയാണ്. അത് ഗൃഹസ്ഥന്റെ ധർമ്മവുമാണ്. പക്ഷെ ആ കർമ്മം ചെയ്യുന്നതിനിടയ്ക്ക് അയാൾക്ക് സത്യത്തെ നഷ്ടമാകുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ദോഷമുണ്ട് എന്ന് വെച്ച് സാധ്യമല്ല. കുടുംബസ്ഥന്മാർക്ക്, ഗൃഹസ്ഥന്മാർക്ക് ആത്മജ്ഞാനം സാധ്യമല്ല എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നമ്മുടെ മഹർഷീശ്വരന്മാരിലെ ബഹുഭൂരിപക്ഷം ഗൃഹസ്ഥന്മാരാണ്. വസിഷ്ഠൻ അരുന്ധതി, അഗസ്ത്യൻ ലോപാമുദ്ര, വിശ്വാമിത്രനും ഇതുപോലെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ മഹർഷിയെയും സന്യാസിയെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും. പലർക്കും അങ്ങനെ ഒരു വിചാരമുണ്ട്, മഹർഷി സന്യാസി ഇത് പര്യായ പദങ്ങളാണ്. ഒരിക്കലുമല്ല. നിങ്ങൾക്കൊരു മഹർഷിയായിരിക്കവേ ഗൃഹസ്ഥനായിട്ടും ഇരിക്കാം. ഒരു ഗൃഹസ്ഥന് മഹർഷിയാകുന്നതിന് വിരോധമില്ല. പത്നി സമേതനായി കുടുംബത്തോടു കൂടെ ഇരിക്കവേ മഹർഷിയായിട്ടും കഴിയാം.
നമ്മൾ അതല്ല പറയുന്നത്, സന്യാസത്തെയാണ് പറയുന്നത്. അതായത് കുടുംബത്തോടുകൂടി കഴിയുന്ന ഒരാൾക്ക് മഹർഷിയായി കഴിയാൻ പറ്റും, അതിന് വിരോധമില്ല. പക്ഷേ കുടുംബ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് സന്യാസി. സന്യാസം വളരെ വിശേഷപ്പെട്ടതാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. 4 ആശ്രമങ്ങളാണ് നമുക്കുള്ളത്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇത് നമ്മൾ വിചാരിക്കുന്നത് എന്തെന്നറിയാമോ? ഈ ഓരോ ആശ്രമവും ഓരോരുത്തർക്കുള്ളതാണെന്നാണ്. തെറ്റാണ്. ഓരോരുത്തരും ഉള്ളതാണ് ഈ 4 ആശ്രമവും. എങ്ങനെയാണോ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, കുറച്ചു പേർക്ക് മാത്രം ബാല്യം, കുറച്ചു പേർക്ക് മാത്രം കൗമാരം, കുറച്ചു പേർക്ക് യൗവനം, കുറച്ചു പേർക്ക് വാർദ്ധക്യം, അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ ശിശുവും ഈ 4 ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയേ പറ്റൂ. അതെല്ലാവരും സമ്മതിക്കും. പക്ഷേ ഈ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം അതെല്ലാവർക്കും ഉള്ളതല്ല എന്നാണ് ഈ കൂട്ടരുടെ അഭിപ്രായം. തെറ്റാണ്. ഓരോ വ്യക്തിയും സന്യാസിയായി വേണം ഇവിടുന്ന് യാത്രയാണ്. ബ്രഹ്മചാരി വേണമെങ്കിൽ അയാൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോട്ടെ. അതല്ല, അയാൾക്ക് തീവ്രമായ വിരക്തി ഉണ്ടെങ്കിൽ അയാൾ നേരിട്ട് സന്യാസത്തിലേക്ക് പ്രവേശിച്ചോട്ടെ. ഓപ്ഷൻ ഉണ്ട് അവിടെ. ഇനി ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ വാനപ്രസ്ഥനാകണം. വാനപ്രസ്ഥനായി അവർ ആ 2 ദമ്പതികളും ഭാര്യയും ഭർത്താവും അങ്ങനെ കുറച്ചു കാലം ഒരു ദിവ്യമായ ജീവിതം, ആത്മീയതയിൽ മുങ്ങിയ ഒരു ജീവിതം, ഈശ്വര കാര്യങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് കഴിയുന്ന ഒരു ജീവിതം, അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ മറ്റേയാൾക്ക് സന്യാസം വാങ്ങിച്ചു പോകാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ 4 ആശ്രമങ്ങളും നമ്മൾ സ്വീകരിക്കണം. എല്ലായിടത്തും നമ്മൾ പകുതിയെ എടുക്കാറുള്ളൂ. പുരുഷാർത്ഥങ്ങളെ എടുത്ത് നോക്കൂ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പലരും ധർമാർത്ഥങ്ങൾ ഈ 2 എണ്ണത്തിനെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ്. അതുമല്ല, അതും തെറ്റാണ്. ധർമ്മത്തെ മാറ്റി നിർത്തിയിട്ട് അർത്ഥകാമന്മാരായിട്ടാണ് പലരും ജീവിക്കുന്നത്. ധർമ്മത്തെയും അവസാനത്തെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തെയും മാറ്റി നിർത്തി അർത്ഥം കാമം എന്ന് പറഞ്ഞാൽ എന്താ? പണം കൊണ്ടുള്ള ആഗ്രഹപൂരണം. ഇത് 2 മതിയെന്നാണ്. ധാർമ്മികതയുടെ പ്രശ്നം അവര് അംഗീകരിക്കുന്നില്ല. ധാർമ്മികമായിട്ട് വേണം ഈ സമ്പത്ത് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം ആരും അംഗീകരിക്കുന്നില്ല. അതുപോലെ മോക്ഷമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം, അതും അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെന്താ? അർത്ഥം, കാമം, ഇത് 2 മതി. അർത്ഥകാമന്മാരായി ജീവിതം നയിക്കുന്നു. അപ്പൊ അവിടെ 4 എണ്ണത്തിൽ 2 എണ്ണമേ അംഗീകരിക്കുന്നു. ഇവിടെ വരുമ്പോഴോ, ആശ്രമങ്ങൾ വരുമ്പോഴോ ബ്രഹ്മചാരിയായി ഇരുന്നേ പറ്റൂ. പിന്നെ ഗൃഹസ്ഥനാവുന്നു. വാനപ്രസ്ഥവും സന്യാസവും ഇല്ല. അവിടെയും 4ൽ 2. ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്ക് പ്രായമൊക്കെത്തിയാൽ, അവർക്ക് അവരുടേതായ കുടുംബം ഉണ്ടായാൽ പതുക്കെ ഈ അച്ഛനും അമ്മയും പ്രത്യേകമായിട്ടൊരു സ്ഥലത്ത് ഒതുങ്ങി കഴിയുക. പറ്റുമെങ്കിൽ ഒരേ വീട്ടിൽ തന്നെ അപ്സ്റ്റെയറിലോ ഡൗൺ സ്റ്റെയറിലോ, മുകളിലത്തെ നിലയിലോ താഴത്തെ നിലയിലോ, അതായത് ഒരു വീട്ടിനകത്ത് തന്നെ ഒരു ഒതുങ്ങിയ ഒരു ജീവിതം. അല്ലാതെ വീട് വിട്ട് ഇറങ്ങി പോകണം എന്നൊന്നും നിർബന്ധമില്ല. വൃദ്ധസദനത്തിൽ അഭയം പ്രാപിക്കണം എന്നും അർത്ഥമില്ല. എന്താ? ഉള്ളുകൊണ്ടോ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. പുറത്തെങ്കിലും അല്പം അകന്നിരിക്കാം. അല്ല, എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ കാണാതെ ഒരു ദിവസം പോലും ഉറക്കം വരില്ല. ശരി, വെച്ചോളൂ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ പലതിലും നമ്മുടെ മനസ്സിനെ നാം സമർപ്പിച്ച് അതില്ലാതെ വയ്യ, അതില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഘം വളരുകയാണ് ചെയ്യുന്നത്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ കുറെയൊക്കെ ബാഹ്യമായി തന്നെ ഒതുങ്ങി കഴിയാനുള്ള ഒരു പാകത മനുഷ്യനുണ്ടാവും. ഇതൊരു പക്വതയാണ്. ഈ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, അകന്നു നിൽക്കുക, നിസ്സംഗത എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് മനസ്സിന്റെ പാകപ്പെടലാണ്. അത് ഒരിക്കലും മനസ്സിന്റെ ദൗർബല്യമല്ല. എത്ര പേർക്ക് വിട്ടു നിൽക്കാൻ കഴിയും? നിങ്ങൾ പറയും, എത്ര പേർക്ക് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഒതുങ്ങിയ ഒരു ജീവിതം നയിക്കാൻ കഴിയും? വളരെ ചുരുക്കം ആൾക്കാർക്കേ അത് പറ്റും. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ മനസ്സിനെ അമിതമായി വ്യാപരിപ്പിക്കുന്നവർക്ക് സത്യം നഷ്ടമാകും, ഒരു ജീവിതം പൊയ്പോവും. അതുകൊണ്ട് ബാഹ്യമായി തന്നെ കുറെയൊക്കെ നിസ്സംഗികളായി, സന്യാസികളായി ജീവിക്കുക. അത് നമുക്ക് വലിയ നന്മയുണ്ടാക്കുന്ന, ഇഹത്തിൽ തന്നെ പലവിധ ക്ലേശങ്ങൾ കൊണ്ട് നിറഞ്ഞതും പരത്തിൽ കഠിന യാതനകൾക്ക് ഇടം കൊടുക്കുന്നതുമായ കുടുംബത്തെ, ഈ കുടുംബം ഇഹത്തിലും സ്വസ്ഥത തരില്ല, പരത്തിലും സ്വസ്ഥത തരില്ല.
ഇഹം പരം എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, പരത്ര എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത്, പരലോകം അല്ലെങ്കിൽ വേറെ ഒരു ജന്മം, വേറെ എവിടെയെങ്കിലും. അപ്പൊ ഈ ഇഹം പരം, ഐഹികം പാരത്രികം, ഇഹത്തിൽ തന്നെ പലവിധ ക്ലേശങ്ങൾ കൊണ്ട് നിറഞ്ഞതും. കുടുംബ പോഷണം എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ പഠിത്തം, അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്, മെഡിക്കൽ, ഇതിനൊക്കെ സീറ്റ്, അതിൻ്റെ പുറകെ നടക്കണം. നമ്മൾ ഒരു ജീവിതം കൊണ്ട് സമ്പാദിച്ച ധനത്തിൻ്റെ ഒരു വലിയ പങ്ക് അതിനായിട്ട് കൊടുക്കേണ്ടി വരും. പലരും പറയുന്നത് ഒരു വിഷമവുമില്ല, ഒന്നുമില്ലെങ്കിൽ എൻ്റെ മോനല്ലേ, നല്ലത് തന്നെ. ഇനി അതെല്ലാം കൊടുത്തൊരു സീറ്റ് വാങ്ങിച്ചു, പഠിച്ചില്ല, അല്ലെങ്കിൽ വേറെ എങ്ങനെയോ വഴിതെറ്റിപ്പോയി, വിഷമമായില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എപ്പോഴും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടോ? അപ്പൊ ഇവിടെ തന്നെ പലവിധ ക്ലേശങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് കുടുംബം. പരത്തിൽ കഠിന യാതനകൾക്ക് ഇടം കൊടുക്കുന്നതുമാണ്. അതെങ്ങനെയാ? ഇവിടുന്ന് മരിച്ചുപോയാൽ രക്ഷപ്പെടില്ലേ എന്ന്. മരിച്ചുപോയാൽ അങ്ങനെ രക്ഷപ്പെടും? ഈ രക്ഷ ഇവിടെ വെച്ച് നേടേണ്ടതാണ്. മരണം ഒന്നിനും പരിഹാരമല്ല. മരിച്ചത് കൊണ്ട് എല്ലാം ഓക്കെ ആവുമെന്ന് വിചാരിക്കണം, നടപ്പില്ല. ഒരിക്കലും അത് നടപ്പില്ല. അത് നമ്മുടെ വെറും മൂഢധാരണയാണത്, മൂഢതയാണ്. ഇവിടെയുള്ള വസ്തുക്കളിലും വ്യക്തികളിലും സംഘബദ്ധമായി തീരുന്ന മനസ്സ് ഇവിടുന്ന് യാത്രയാകുമ്പോഴും ദുഃഖിച്ചാണ് യാത്രയാകുന്നത്. അത് ആ അനുഭവിച്ചതൊന്നും തൃപ്തി വരാതെ വീണ്ടും അതൊക്കെ അനുഭവിക്കാനായി ഒരു ശരീരം സ്വീകരിച്ച് വരേണ്ടി വരും. സ്വർഗത്തോ നരകത്തോ ഒക്കെ പോയാലും ആ പുണ്യമോ പാപമോ ഒക്കെ അനുഭവിച്ചിട്ട് വീണ്ടും ഇവിടെ തന്നെ വരണം. എന്തുകൊണ്ട്? ആഗ്രഹങ്ങൾ തീരുന്നില്ല, മതി വരുന്നില്ല, മതി എന്നുള്ള ഭാവവും വരുന്നില്ല. ബുദ്ധി, മതി എന്നുള്ളതിന് ബുദ്ധി എന്ന് അർത്ഥമുണ്ട്. ബുദ്ധി വരുന്നില്ല, പിന്നെയും മൂഢനായിട്ട് തന്നെ കഴിയുന്നു എന്നാണ്. അതുകൊണ്ട് പരത്തിൽ കഠിനയാതനകൾക്ക് ഇടം കൊടുക്കുന്നതുമായ കുടുംബത്തെ ജനങ്ങൾ സന്തോഷത്തോടെ വച്ചു പുലർത്തുകയാണ്. ഇതൊന്നും കേട്ട് ഗൃഹസ്ഥന്മാരെ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ എൻ്റെ അടുത്ത് ഒഴിവിലൊടുക്കം പറയണം എന്നാവശ്യപ്പെട്ടിട്ട് ഞാൻ ഇതൊക്കെ ഈ ശ്ലോകങ്ങളൊക്കെ മറികടന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറഞ്ഞിട്ട് പോയാൽ ഞാൻ നിങ്ങളോട് അനീതിയായിരിക്കും ചെയ്യുക. എന്നെ കള്ളനാക്കണം. കാരണം സത്യം, ദ ട്രൂത്ത് ഈസ് ഓൾവേസ് ബിറ്റർ. സത്യം എന്നും കഴിക്കുന്നതാണ്. അത് സുഖകരമായതല്ല, കേൾക്കാൻ സുഖമുണ്ടാക്കുന്നതല്ല. ഒരു സത്യവും സത്യം വദ ധർമ്മം ചര. ഇതാണ് അടിസ്ഥാനപരമായ രണ്ട് പ്രമാണങ്ങൾ. ഉപനിഷത്തുകൾ നമ്മോട് ആവശ്യപ്പെടുന്നത് സത്യം മാത്രം പറയൂ, ധർമ്മം മാത്രം അനുഷ്ഠിക്കൂ. ഒരാൾ ജീവിതത്തില് സത്യം മാത്രമേ പറയൂ, ഹരിശ്ചന്ദ്രനെ പോലെ ഒരു വ്രതം എടുത്തു എങ്കിൽ അവന്റെ ജീവിതം അത്ര സുഖകരമാവില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ വേറൊരാളുമായി അല്ലെങ്കിൽ മറ്റു പലരുമായി പങ്കുവയ്ക്കാൻ തയ്യാറായി എന്ന് വിചാരിക്കുക. സുഖമുള്ള ഏർപ്പാടാണോ? ഓരോ വ്യക്തിയും രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിക്കുന്ന പലതും നമ്മുടെ മനസ്സിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതൊരിക്കലും പുറത്തു വരരുത്, ആരും അറിയരുത് എന്ന് വിചാരിക്കുന്ന പലതും മിക്കവാറും എല്ലാവരുടെയും ഉള്ളിലുമുണ്ട്. എന്തുകൊണ്ട്? എല്ലാം പുറത്ത് പറയാൻ കൊള്ളാവുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാം പുറത്ത് പറയാൻ കൊള്ളില്ല. ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരാകും, രണ്ടുപേരും സത്യം മാത്രമേ പറയൂ. വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ ആദ്യ രാത്രിയിൽ എനിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമായിരുന്നോ, വേറെ ഏതെങ്കിലും ലവ് അഫെയർ ഉണ്ടായിരുന്നോ, പ്രേമബന്ധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ള കാര്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഡൈവോഴ്സ് ആയിരിക്കും. അടുത്ത ദിവസം വിവാഹമോചനം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യ മനസ്സ് എന്നും പൊല്ലാത്തതാണ്. അത് നല്ലതല്ല. അതിനെ കൂട്ടുപിടിക്കരുത്. അതിനെ അതിക്രമിക്കാൻ നോക്കൂ, അതിനെ കടന്നു പോകാൻ നോക്കൂ. അതിൻ്റെ പിടിയിൽപ്പെട്ട് കഴിയരുത്, അതുമായി താതാത്മ്യപ്പെടരുത്. താതാത്മ്യപ്പെട്ടാൽ അവൻ നമ്മെ കൊണ്ട് പല വേണ്ടാത്തനവും ചെയ്യും. അതുകൊണ്ട് എന്താ, കുടുംബം ദുഃഖമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് വിവേകി എത്തിച്ചേരേണ്ടത്. അവരുടെ അജ്ഞാനമാണ് ഈ കുറ്റത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാതെ അവരെ മറച്ചു നിൽക്കുന്നത്. ഈ കുടുംബം ദുഃഖമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹസ്ഥനും അംഗീകരിക്കില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അംഗീകരിക്കുമെന്ന്. കാരണം അവരുടെ ഉള്ളിലെ അഹന്ത അതിന് സമ്മതിക്കില്ല. അത് തന്നെയാണ് കാരണം. എനിക്ക് ഒരു അബദ്ധം പറ്റിയെന്നോ, ഞാനൊരു കെണിയിൽപ്പെട്ടു എന്നോ ആരും പറയാറില്ല. അത് പുറത്ത് പറയാൻ ആരും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ്
ഈ പരമാർത്ഥമറിയുന്ന ജ്ഞാനികൾ സ്ത്രീ എന്ന ശബ്ദം കേൾക്കുന്ന അവസരത്തിൽ തന്നെ നടുങ്ങിപ്പോകുന്നല്ലോ എന്ന്. സ്ത്രീയെ സംബന്ധിച്ച് പുരുഷൻ എന്നും കൂടെ എടുത്തോളണം. എല്ലായിടത്തും ഈ പാലം പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കരെയുള്ളവർക്ക് അക്കരെ എത്താം, അക്കരെയുള്ളവർക്ക് ഇക്കരെ എത്താം. അപ്പോൾ വിപരീത ലിംഗത്തോട് തോന്നുന്ന ആകർഷണം കണ്ട് വിവേകികൾ ഭയന്ന് വിറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ അകന്നു നിൽക്കുന്നു, നമുക്കിത് വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. എന്താണ് മനുഷ്യർ ഈ വിധം കുടുങ്ങിപ്പോകുന്നത് എന്ന് ആലോചിച്ചാൽ, അഞ്ചിന്ദ്രിയങ്ങളുടെയും തലവനായ ജീവൻ ഉഴമാതി 6 വക തൊഴിലുകളിൽ ഏർപ്പെട്ട് കഴിയുകയാലാണ് പരമാർത്ഥമറിയാതെ മിഥ്യാവൃത്തികളിൽ കുടുങ്ങി കഷ്ടപ്പെടുന്നത് എന്ന് അറിയുന്നതിനും ഇടയുണ്ട്. ജോലി ചെയ്ത് നമ്മൾ തളരുകയാണ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഒരു നല്ല മനുഷ്യൻ, ഒരു സാത്വികനായ ഒരാൾ, കുടുംബത്തിന് എന്നാണ് അയാൾ ഉത്തരം പറയുക. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളും തന്നെ ആവണമെന്നില്ല. സഹോദരിയാവാം, സഹോദരനാവാം, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മകനോ അനുജന്റെ മകനോ ഒക്കെ ആവാം. നമ്മൾ ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നു ഈ കാശ്, ആരെ ഉദ്ദേശിച്ച്, ആരെ പോറ്റാൻ വേണ്ടി നമ്മൾ ധനം സമ്പാദിക്കുന്നുവോ അവരാണ് നമ്മുടെ കുടുംബം. രക്തബന്ധം പോലും വേണം എന്നില്ല. അവിടെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു, ആ കുട്ടിയെ സ്വന്തം കുട്ടിയെ പോലെ വളർത്തിക്കൊണ്ടുവരുന്നു, അത് അയാളുടെ കുടുംബമാണ്. ആ കുട്ടിയാണ് അയാളുടെ കുടുംബം. അതിനു വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്. അപ്പൊ എപ്പോഴും ഈ വിവാഹത്തിൽ കൂടെ ജനിക്കുന്ന കുട്ടികൾ, അങ്ങനെ അർത്ഥമില്ല. നമ്മൾ ആർക്കു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവോ അത് നമ്മുടെ കുടുംബം. ചിലർ സാമൂഹ്യ സേവനം ചെയ്യുന്നില്ലേ? സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ആ ഒരു പാകതയൊന്നും ആർക്കും ഇല്ല. ചില പ്രത്യേക വിഭാഗങ്ങൾ, അവിടെ ജാതി കടന്നു വരാം, മതം കടന്നു വരാം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക, അവർക്ക് വേണ്ട ധനസഹായമൊക്കെ നൽകുക. അപ്പോഴെന്താ, ആ വിഭാഗത്തെയാണ് അയാൾ കുടുംബമായി അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ തൊഴിൽ ചെയ്ത് കർമ്മം ചെയ്ത് താൻ തൻ്റേത് എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ അധ്വാനിച്ച് അവസാനം തളർന്ന് കിടപ്പിലാകുമ്പോൾ എന്തിനു വേണ്ടി നമ്മൾ ഇവിടെ വന്നു എന്നുള്ള കാര്യം മറന്നുപോകുന്നു. അത് ചിന്തിക്കാൻ സമയം പോലും കിട്ടുന്നില്ല. അങ്ങനെ ജീവിതം പോയിപ്പോകുന്നു. അതുകൊണ്ടാണ് ഈ വേദാന്ത ഗ്രന്ഥങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഏത് ഗ്രന്ഥമാണെങ്കിലും എടുത്തോളൂ, ഇതുപോലെയുള്ള കാര്യങ്ങളെ മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി ഭൂതക്കണ്ണാടിയിലൂടെ നോക്കി ഈ ദോഷങ്ങളെ മാത്രം വലുതാക്കി കാണിക്കും. എന്തിനാണ്? നമ്മുടെ ശ്രദ്ധ അതിൽ പതിയാൻ വേണ്ടിയാണ്. നമ്മൾ പലതും ശ്രദ്ധിക്കാതെ പോകാൻ കാരണം അതിൻ്റെ സൂക്ഷ്മത കാരണമായിട്ടാണ്. സൂക്ഷ്മത്തെ നമുക്ക് എപ്പോൾ കാണാൻ പറ്റും? ഭൂതക്കണ്ണാടി പോലുള്ള ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഈ ചെറുതൊക്കെ വലുതായിട്ട് തോന്നും. അപ്പോഴാണ് അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പിടികിട്ടുക. അപ്പോൾ ജീവിതത്തെ വേണ്ടവണ്ണം വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയണം, മനുഷ്യർക്ക് കഴിയണം എന്നാണ്. നമുക്കിനി അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. ഇനിയുള്ള പദ്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും എന്താ പറയുന്നത്, ഈ ഗൃഹസ്ഥന്മാരെ ഒരു വഴിക്കാക്കുക എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ഇനിയുള്ള പദ്യങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യമേ പറയാം, ഇത് കേൾക്കാൻ മനക്കരുത്തില്ലാത്തവർക്ക് ദയവായി പുറത്തു പോകാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, സത്യം കൈപ്പുള്ളതാണെന്ന്. അപ്പൊ അതിന് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഓ, ഇങ്ങനെയാണല്ലേ കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ ഇനി നിസ്സംഗത വളർത്തിയെടുക്കും എന്ന ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞു പോയതിനെ കുറിച്ചോ, ഞാനൊരു ഗൃഹസ്ഥനായി പോയല്ലോ, ഇനിയിപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ കുഴപ്പം പിടിച്ചതാണല്ലോ കുടുംബജീവിതം എന്നൊന്നും വിചാരിച്ച് വിഷമിക്കുകയല്ല വേണ്ടത്. പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ വിരക്തി ഉണ്ടാവാൻ വേണ്ടി പലതും പറഞ്ഞു എന്ന് വരും. എന്തായാലും കേൾക്കാൻ തയ്യാറായിട്ടിരുന്നോളൂ. കുരങ്ങി ചുണിച്ചി കുടുംബ കുഴാമും പെരും കുപ്പയിർ കരടി പെണ്ടും പൊരുന്തുവരോ കാലിനും തീയും കടലും ഇരുങ്കല്ലുമായി മേല് നരകായി വിടും. കുരങ്ങിൻ തുണിച്ചി കുടുംബ കുഴാമും. എന്താ പറയുന്നത്? ഈ ഗൃഹസ്ഥന്മാരൊക്കെ ഭാര്യയോടും കുട്ടികളോടും കൂടെ സന്തോഷമായി കഴിയുന്ന കുരങ്ങന്മാരെ പോലെയാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പുറത്ത് പോകണമെന്നുള്ളവർക്ക് പോകാമെന്ന്. അവസാനം മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് മാത്രം പറയരുത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. ഒരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു എന്നൊരു പരാതി
നിങ്ങൾ ഉന്നയിക്കരുത്. കുരങ്ങിറ്റുനിച്ചി കുടുംബക്കുഴാമം. ഒരു വാനരൻ ഭാര്യാസമേതനായി കുപ്പയിൽ മാലിന്യത്തിൽ ജീവിക്കുമ്പോൾ വഴക്കാളികളായ മറ്റു കുറെ വാനരന്മാർ ചേർന്ന് ആ കുരങ്ങനെ ഉപദ്രവിക്കുന്നത് പോലെയാണ് ഒരു കുടുംബത്തെ ഒരു ജ്ഞാനി നോക്കിക്കാണുന്നത്. ഒരു കുരങ്ങൻ ഒരു കുടുംബം നടത്തുകയാണ്. ചുറ്റുനിന്നും വേറെ കുറെ ദുഷ്ടക്കുരങ്ങന്മാർ ഇവരെ ദ്രോഹിക്കുകയാണ്. ഇവർക്ക് രക്ഷപ്പെടാനും വയ്യ. എന്നാ ഈ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുന്നുണ്ടോ ആ കുടുംബനാഥന്? അതും പറ്റുന്നില്ല. അഹപ്പട്ടീരേ കിടന്ന് ഉഴല അഹപ്പട്ടീരേ. ഇത് പട്ടണത്താരുടെ പാട്ടാണ്. കഷ്ടം, നിങ്ങൾ ശരിക്കും കുടുങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നാണ് പറയുന്നത്. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്നാണ്. രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞു. എന്താണ് മറ്റേ പണ്ട് ആപ്പൂരിയ ഒരു കുരങ്ങന്റെ കഥ. നമ്മൾ ഒരു ആശാരി ഒരു തടി പകുതി മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പകുതി മുറിച്ച് വെച്ചിട്ട് ആ ഭാഗത്ത് അയാൾ അറപ്പുവാളിങ്ങനെ വെച്ചിട്ട് ഊണ് കഴിക്കാൻ പോയി. മരത്തിൽ ചാടി കിടന്ന ഒരു കുരങ്ങൻ അവൻ നേരെ വന്ന് ഈ മുറിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ആ മുറിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാലിട്ടു. ശരിക്കും വാലല്ല, അതിൻ്റെ വൃഷണങ്ങളാണ് എന്നാണ്. അത് സഭ്യമായ ഭാഷയിൽ വാല് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വാലെന്ന് തന്നെ വിചാരിക്കാം. ആ വാല് അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ടു വശത്തും കാല് ഇട്ടിട്ട് ഈ ആപ്പ് വെച്ചിട്ടുണ്ടല്ലോ, ഇതിനെ വലിച്ചൂരാൻ തുടങ്ങി. കുറെ നേരം ഇങ്ങനെ അതിനെ ചലിപ്പിച്ചപ്പോ അതങ്ങ് ഊരിയപ്പോ ഈ പകുതി പിളർന്നു നിൽക്കുന്നുണ്ടല്ലോ, ആ തടി അങ്ങ് ചേർന്നു. ഈ കുരങ്ങന്റെ വാല് അതിന്റെ ഇടയിൽ പെട്ട് ഞെരിഞ്ഞമർന്നു എന്നാണ്. അങ്ങനെ ആ കുരങ്ങനെ ഒരു ജീവിതം നഷ്ടമായി എന്നാണ്. ഇതിനോടൊക്കെയാണ് ഈ ഗൃഹസ്ഥന്മാരെ അല്ലെങ്കിൽ കുടുംബികളെ ഉപമിക്കുന്നത്. ആപ്പതനെ അശൈത്ത് വിട്ട കുരങ്കവനെ പോലെ അകപ്പെട്ടീരേ കിടന്നുഴല അകപ്പെട്ടീരേ എന്നാണ്. പരിഹസിക്കാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരുണ്യം ദയവ് കൊണ്ട് പറയുന്നതാണ്. കുറെയൊക്കെ നിസ്സംഗത നേടും. ഇനിയും സമയമുണ്ട്. നമുക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ എപ്പോഴും സമയമുണ്ട്. നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കും. ഒരിക്കലും വൈകിയിട്ടില്ല. ഈ അധ്യാത്മത്തില് ലേറ്റായി വന്നു എന്നുള്ള പ്രശ്നമേ ഇല്ല. എപ്പോഴും വി ആർ ഓൺ ടൈം, നോട്ട് ഇൻ ടൈം, വി ആർ ഓൺ ടൈം. എപ്പോഴും നമ്മൾ കൃത്യസമയത്താണ്. ഈ ഒരാൾ 70 വയസ്സിന് ശേഷമാണല്ലോ സത്സംഗത്തിൽ വന്നിരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെയാണ് അയാൾ എത്തിയത്. അതിന് മുമ്പുമില്ല പിമ്പുമില്ല. എല്ലായിടത്തും ഇങ്ങനെയാണ്. ഓരോ ജീവനും അതിൻ്റെതായ സമയമാകുമ്പോൾ മാത്രമേ ഈ ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വൈകി വരൽ എന്നുള്ളത് പ്രശ്നമേ അല്ല. എല്ലാവരും കൃത്യസമയത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിയായിരിക്കും സത്സംഗത്തിൽ വന്നിരിക്കുന്നത്. അവൻ കൃത്യസമയത്തെത്തി. 80 വയസ്സുകാരനായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആത്മീയ പ്രഭാഷണം കേൾക്കാൻ എത്തുന്നത്. കറക്റ്റാണ്, അദ്ദേഹവും കൃത്യസമയത്ത് തന്നെയാണ്. വൈകിപ്പോയി അങ്ങനെ ഒരു പരിഭവത്തിന് ഇടമില്ല. കുരങ്ങിറ്റുണിച്ച് കുടുംബക്കുഴാമും പെരിൻ കുപ്പയിർ കരടിപ്പെണ്ടും. വേറൊരർത്ഥം എന്താണെന്ന് അറിയാമോ? ഇതിൽ പറയുന്ന അർത്ഥം, ഒരു കരടി തന്റെ ഭാര്യയുമായിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിയുകയായിരുന്നു. ഏത്? ഒരു ചവറ്റുകൂനയുടെ മുകളിൽ. അതാണ് അവരുടെ വീട്. അങ്ങനെ കഴിയുമ്പോൾ കുറെ ദുഷ്ടന്മാരായ കുരങ്ങന്മാർ ഇവരെ 4 ഭാഗത്തു നിന്നും ആക്രമിക്കുകയും ഇവരെ ബുദ്ധിമുട്ടിക്കുകയും ഇവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ഒക്കെ ചെയ്തു. എങ്ങനെ ആയാലും കുഴപ്പമില്ല. കരടിയും കരടിയുടെ ഭാര്യയും എന്നെടുത്താലും കുരങ്ങനും കുരങ്ങന്റെ ഭാര്യയും എന്നെടുത്താലും കഷ്ടപ്പെടുക എന്നുള്ള ഒരംശമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗൃഹസ്ഥന്മാർ ദുഃഖികളായി കഴിഞ്ഞുകൂടുന്നു. അവർക്ക് ഒരു സ്വസ്ഥതയുമില്ല. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. തനിക്ക് അസുഖം വരാം, തൻ്റെ ജീവിത പങ്കാളിക്ക് അസുഖം വരാം, കുട്ടികൾക്ക് അസുഖം വരാം, അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു പോകാം. അതൊരു ജീവിതം മുഴുവൻ ആ ദുഃഖം ബാക്കി നിൽക്കും. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങൾ. അതുകൊണ്ട് നിസ്സംഗത മാത്രമേ നമുക്ക് അഭയമായിട്ടുള്ളൂ. വൈരാഗ്യമേവാഭയം. വൈരാഗ്യം മാത്രമാണ് മനുഷ്യന് എന്നും അഭയം നൽകുന്നത്. പുറമേയുള്ള ഒന്നും നമ്മുടെ രക്ഷയ്ക്കോ അഭയത്തിനോ ആയിക്കൊണ്ട് ഭവിക്കുന്നില്ല എന്നാണ്. കരടിപ്പെണ്ടും എന്ന് പറഞ്ഞാൽ പെൺകരടി. ഒരു കരടി, ഒരു ആൺകരടി, ഒരു പെൺകരടിയും കൂടെ ഒരു ചവറ്റുകൂനയുടെ പുറത്ത് ഇങ്ങനെ ഒരു ജീവിതം ആരംഭിച്ചു. അപ്പോൾ 4 ഭാഗത്തു നിന്നും കുറെ ദുഷ്ടന്മാരായ വാനരന്മാർ അവരെ ആക്രമിച്ചു. അവരുടെ കാര്യം അവതാളത്തിലായി എന്നാണ്. പൊരുന്തുവരോ. ഈ കുടുംബജീവിതത്തോട്
ഒരു വിവേകിക്ക് യോജിക്കാൻ കഴിയുമോ? ചോദ്യമാണ്. ഒരു വിവേകിക്ക് ഈ കുടുംബ ജീവിതത്തിൽ എങ്ങനെ താല്പര്യമുണ്ടാകും, ഇഷ്ടം തോന്നും, അയാൾ എങ്ങനെ ഇതിനെ അംഗീകരിക്കും, പൊരുന്തുവരോ? ഇനി ഈ ഗൃഹസ്ഥന്മാരുടെ സ്ഥിതി എന്താ? കാലനും തീയും കടലും ഇരുങ്കല്ലുമായി മേലും നരകായി വിടും. നരക് ആയി വിടും എന്ന് പറഞ്ഞാൽ നരകമായി തീരും. എന്തൊക്കെയാണ്? കാലനും തീയും. ഒരു വശത്ത് കാലൻ ഓടിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മ പിടിക്കാൻ, നമ്മ പിടികൂടാൻ യമൻ ഒരു ഓടിക്കുകയാണ്. നമ്മൾ അയാളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായി ഓടുകയാണ്. ഓടി ഓടി പോയപ്പോൾ മുമ്പിൽ അതാ ഒരു വലിയ അഗ്നി. അതിനകത്തോട്ട് ഓടിക്കയറാൻ പറ്റുമോ? പുറകില് കാലനാണ് ഓടിക്കുന്നത്. അപ്പൊ കാലനും തീയും. ഇനി കടലും ഓടി ഓടി എത്തുമ്പോ ഇനി ആ തീ എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പുറത്തൊരു മഹാസമുദ്രം. എന്ത് ചെയ്യും? നീന്തി കടക്കാൻ പറ്റുമോ? കടലും. ഇവിടെ കടൽ എന്ന് പറഞ്ഞാൽ കപ്പൽ തകർന്നു പോയ ഒരു യാത്രികൻ കടലിലാണല്ലോ പതിക്കുന്നത്. അയാൾക്ക് എന്ത് രക്ഷയാണ് ആ നടുക്കടലിൽ? ഇതുപോലെയൊക്കെയാണ് ഗൃഹസ്ഥന്റെ ജീവിതം. ദുഃഖമയമാണ്. ഓരോരോ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. കാലനും തീയും കടലും ഇരുങ്കല്ലുമായി. ഇരുങ്കല്ല് എന്ന് പറഞ്ഞാൽ കരിങ്കല്ല്. ഒരു മഹാപർവ്വതത്തെ എടുത്ത് ഒരാളുടെ തോളത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ, അയാൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുമോ അത്രയും ബുദ്ധിമുട്ട് ഈ കുടുംബഭാരം ചുമക്കുന്ന ഗൃഹസ്ഥന്മാർ അനുഭവിക്കുന്നു. തോളത്തൊരു മല കയറ്റി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതിനെ തൂക്കി അറിയാൻ പറ്റുമോ? അതിന്റെ അടിയിൽപ്പെട്ട് ഞെരിഞ്ഞമരാനല്ലേ പറ്റൂ. അതായത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്ക് കുടുങ്ങി എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും? രക്ഷയുണ്ട്, നിസ്സംഗനാവും. പുറത്ത് സന്യാസി ആവാൻ പറ്റിയില്ലെങ്കിലും ഉള്ളുകൊണ്ട് സന്യാസിയായി ജീവിക്കും. അതേ ഉള്ളു രക്ഷ. ഒന്നും തൻ്റേതാണെന്നോ താൻ ആരുടേതുമാണെന്നോ ഉള്ള ചിന്ത വേണ്ട. ഒക്കെ ഭഗവാന്റെ എന്ന് വിചാരിച്ചിട്ട് അന്നന്ന് എന്തുണ്ടോ ഓരോ ദിവസവും നേരം പുലരുമ്പോൾ ആ ദിവസം എന്താണോ ചെയ്യേണ്ടത് അപ്പപ്പോ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. വേറെ ഒന്നും ചെയ്യാനില്ല. അതും ഇതുമൊക്കെ ആലോചിച്ച് വെറുതെ ബേജാറാവണ്ട. അങ്ങനെ നടന്നാൽ എന്ത് ചെയ്യും, നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നടക്കാതെ പോയാൽ അതിന് പരിഹാരം എന്താണ്? ഇതെല്ലാം ഓർത്തോർത്താണ് മനുഷ്യരുടെ നിദ്ര നഷ്ടമാവുന്നത്. കിടന്ന ഉറക്കമില്ല പലർക്കും. ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടം വാങ്ങി, പലിശ പോലും തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. സ്വർണ്ണ പണ്ടം എല്ലാം പണയത്തിലാണ്. എന്ത് ചെയ്യാം? അത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. പലിശ, പലിശയുടെ പലിശ, കൂട്ടുപലിശ അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യും? അവസാനം എന്താ? കൂട്ടാത്മഹത്യ. കടക്കണി മൂത്ത് 4 അംഗ കുടുംബം ആത്മഹത്യ ചെയ്തു. സ്വന്തം കുട്ടികളെയും കൊന്ന് മാതാവും പിതാവും മരിച്ചു പോകുന്നു. ഇത് പരിഹാരമായി എന്നാണോ നിങ്ങൾ കരുതുന്നത്? ആ കുട്ടികൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ മരിച്ചോ, ഭാര്യയും ഭർത്താവും. ആ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ലൈസൻസ് ആര് തന്നു? അല്ല, അച്ഛനോ അമ്മയോ ഇല്ലാതെ ആ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുമല്ലോ, അതിനേക്കാളും നല്ലതല്ലേ അവർ മരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത എത്രയോ കുട്ടികൾ അച്ഛനും അമ്മയുള്ള കുട്ടികളെക്കാളും നല്ലതുപോലെ ജീവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന് ഒരു സംവിധാനമുണ്ട്, ഒരു ഈശ്വര സത്തയുണ്ട്. അതാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ഈ അച്ഛനും അമ്മയും അല്ല കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. സർവേശ്വരന്റെ മടിത്തട്ടിലാണ് സകല കുഞ്ഞുങ്ങളും. അമ്മ കുട്ടിയെടുത്ത് മടിയിൽ വെക്കുമ്പോ എന്റെ മോൻ എന്റെ മടിത്തട്ടിലാണെന്നൊക്കെ വിചാരിക്കും. തെറ്റാണ്. ഈ അമ്മ ഇരിക്കുന്നത് ഈശ്വരന്റെ മടിത്തട്ടില്ല. പക്ഷെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സത്യത്തെ ഉൾക്കൊള്ളാനുള്ള പാകതയില്ല. എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോ? അതുകൊണ്ടാണ് ഞാൻ നോക്കാതെ ആര് നോക്കും, ഞാനല്ലേ അവരെ രക്ഷിക്കേണ്ടത്, ഞാനല്ലേ അതിന് ഉത്തരവാദി. ഇങ്ങനെയൊക്കെ എല്ലായിടത്തും ഈ ഞാനിനെ കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതും ഉറക്കം കെടുത്തുന്നതും. അതുകൊണ്ട് നാളെയെ കുറിച്ച് ചിന്തിക്കരുത്. ഇപ്പൊ എന്ത് ചെയ്യണം? അത് ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ടോ? ചെയ്തുവെങ്കിൽ ആ സംതൃപ്തി തന്നെ ധാരാളം. നാളെ എന്നുള്ളത് എത്തിയിട്ടില്ല, അതിനി വരാൻ പോകുന്നതേ ഉള്ളൂ. നാളെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലേ നാളെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അർദ്ധരാത്രി 12 മണിയെങ്കിലും കഴിയണം. ഡേറ്റ് മാറുന്നത് ഈ രാത്രി 12 മണിക്കാണ്. 12 മണിക്ക് ശേഷം പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് ആ ടിക്കറ്റിൽ നാളത്തെ ഡേറ്റ് അടിച്ചാണ് അവർ തരിക, ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഒന്നിനെ കുറിച്ചും ആലോചിക്കരുത്. അപ്പപ്പോ ചെയ്യേണ്ടതിന് ചെയ്യുക എന്ന് പറഞ്ഞാലും ഈ മനസ്സ് കേൾക്കില്ല. അതിനൊരു സ്വഭാവമായി പോയി. എന്ത്? ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുക എന്നുള്ളത് അതൊരു സ്വഭാവമാണ്, അതൊരു രോഗമാണത്. മനസ്സിന് വരുന്ന രോഗം നമ്മൾ കേട്ടിട്ടുണ്ട്.
മനസ്സ് തന്നെ രോഗമാണ്. രമണ മഹർഷി പറഞ്ഞല്ലോ, ഉടമ്പേ ഒരു വ്യാധി പോയി. ശരീരത്തിലാണ് സാധാരണ അസുഖങ്ങൾ വരുന്നത്, അതുപോലെ മാനസിക രോഗങ്ങളുമുണ്ട്. പക്ഷെ ഈ മനസ്സ് തന്നെ ഒരു രോഗമാണ്. നമ്മളെ വിടാതെ പിടികൂടിയിട്ടുള്ള, ജന്മജന്മാന്തരങ്ങളായി നമ്മെ പിടികൂടിയിട്ടുള്ള മഹാവ്യാധിയാണ് ഈ മനസ്സ്. ഈ രോഗം ഉണ്ടാക്കുന്ന മറ്റൊരു രോഗമാണ് ശരീരം. മനസ്സാണ് ശരീരത്തെ നിർമ്മിക്കുന്നത്. അപ്പൊ രോഗം വേറൊരു രോഗത്തെ സൃഷ്ടിക്കുന്നു. അപ്പൊ എന്തായാലും കാലന്റെ കയ്യിൽ പെട്ടതുപോലെയോ തീക്കകത്തകപ്പെട്ടതുപോലെയോ കപ്പൽ തകർന്ന കപ്പൽ യാത്രികന്മാരെ പോലെയോ മഹാപർവ്വതത്തെ തോളത്തെടുത്ത് വെച്ചതുപോലെയോ ഒക്കെയാണ് കുടുംബത്തിൽ ജീവന്മാർ കഷ്ടപ്പെടുന്നത്. മേലും നരകായി വിടും. ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കേണ്ട. പലതിലും സംഘബദ്ധമായി ഭാര്യയെയും കുട്ടികളെയും ഒക്കെ വിചാരിച്ചുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിലേ അവൻ കറങ്ങി കറങ്ങി അവിടെ തന്നെ വരും. അയാൾ മോക്ഷത്തിലേക്കൊന്നും പോവില്ല. നമ്മുടെ മനസ്സ് ഏതിൽ സംഘബദ്ധമാകുന്നോ അതിനെ അത് പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പൂപ്പൻ തന്നെയാണ് പേരക്കുട്ടിയായിട്ട് വന്ന് ജനിക്കുന്നത്. കുറെയൊക്കെ സത്യവുമുണ്ട്. കാരണം ഇതാണല്ലോ ചിന്ത. ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചാണ് ഇവിടുന്ന് ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പൊ കറങ്ങി കറങ്ങി വേറൊരു രൂപത്തില് ആ പരിസരത്തിൽ വന്ന് പെടേണ്ടതായി വരും. ആ സാഹചര്യങ്ങളിൽ വന്ന് പതിക്കേണ്ടതായി വരും. മേലും നരകായി വിടും. ഭാവി ജന്മങ്ങളാകുന്ന നരകത്തിൽ ജീവനെ കത്തിച്ച് ഭസ്മമാക്കി കളയും, ചാമ്പലാക്കി കളയും. ഏത്? വിഷയങ്ങളോടും വ്യക്തികളോടും ഉള്ള സംഘം. അതുകൊണ്ട് നിസ്സംഗത മാത്രമാണ് നമുക്ക് രക്ഷ. 100% സാധിച്ചില്ലെങ്കിലും ദോഷമില്ല. ഒരു 10% സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. ജ്ഞാനത്തെ കുറിച്ചാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീതയിൽ അങ്ങനെ പറഞ്ഞത്. ഈ ജ്ഞാനം നിസ്സംഗത കൊണ്ടേ കിട്ടൂ. അപ്പോ ഈ നിസ്സംഗത ഒരു 10% നേടിയാൽ തന്നെ മനസ്സിന് വലിയ ആശ്വാസമായി. ഒന്നിനെ കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കുന്നില്ല. ഈ കുടുംബവും ലോകവും എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. ഞാനല്ലല്ലോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, പിന്നെ ഞാനെന്തിന് ഇതിനെക്കുറിച്ച് വിഷമിക്കണം? ഭഗവാൻ നോക്കിക്കോളും. അതൊരു മൂഢവിശ്വാസമല്ലേ, അന്ധവിശ്വാസമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് മനസ്സിന് ബലം പകരുന്നതാണ്. ആ ഉള്ളിൽ തട്ടി അങ്ങനെ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അത് അമിതമായ മനോബലം ഉണ്ടാക്കി തീർക്കും. അപ്പോ ഈ ഒരു ഭാര ഇറക്കി വെച്ചതുപോലെയുള്ള ഒരു ആശ്വാസമാണ് നമുക്ക് തോന്നുക. ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആണ്, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായി ദുഃഖിക്കേണ്ടതായി വരും. തമ്മിൽ തല്ലുന്ന കുരങ്ങിൻ കൂട്ടം പോലെയുള്ള കുടുംബക്കൂട്ടവും. വീട്ടിനകത്ത് അടി, അയൽപക്കക്കാരുമായിട്ടും അടി, രാഷ്ട്രങ്ങൾ തമ്മിലടി. എവിടെയായി ഈ അടി, സംഘട്ടനം, കലഹം ഇല്ലാത്തത്? ഒരു മനുഷ്യനെ ആ ഒറ്റയ്ക്കെടുത്താലും അവന്റെ മനസ്സിൽ ചിന്തകൾ തമ്മിൽ സംഘർഷം. ഈ ടെൻഷൻ എന്ന് പറയുന്നത് അറിയാമോ? വിരുദ്ധ ചിന്തകൾ തമ്മിലുള്ള അടിപിടിയാണ്. ഇതാണ് ടെൻഷൻ. അപ്പൊ എവിടെ നോക്കിയാലും സംഘർഷം, സംഘട്ടനം. ഇവിടെ ആരാണ് സ്വസ്ഥത അനുഭവിക്കുന്നത്? സത്യദർശികൾ മാത്രമേ ശാന്തിയും സ്വസ്ഥതയും അനുഭവിക്കുന്നുള്ളൂ. അപ്പോ തമ്മിൽ തല്ലുന്ന കുരങ്ങിൻ കൂട്ടം പോലെയുള്ള കുടുംബക്കൂട്ടവും മലക്കുപ്പയിൽ കരടിയെപ്പോലെ നമ്മെ പറ്റിപ്പിടിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്നെടുത്തോളും. ഓരോ പ്രാവശ്യം അങ്ങനെ എന്നെ കൊണ്ട് പറയിക്കരുത്. സ്ത്രീക്ക് പുരുഷനും, പുരുഷന് സ്ത്രീയും. വിരാഗികളായ ജ്ഞാനകാംക്ഷികൾക്ക് ഇഷ്ടപ്രദമാകുമോ? വൈരാഗ്യം സ്വത്തായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് തീവ്ര സാധകന്മാർ. വിരക്തിയാണ് അവരുടെ കൈമുതൽ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് വൈരാഗ്യമാണ്. ആ വൈരാഗ്യം കൈമുതലായിട്ടുള്ളവർ ഈ കുടുംബവും കുടുംബജീവിതവും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞാൽ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നതിന് പകരമാണ് ആ ചോദ്യം. എന്തെന്നാൽ അവർ കാലനെ പോലെ ജീവനാശത്തിനും തീയെപ്പോലെ ചുട്ടരിച്ചും കടൽ പോലെ ആശ്രയമില്ലാതെ അപകടപ്പെടുത്തിയും കന്മല പോലെ ദുഃഖഭാരം കൊണ്ട് അമഴ്ത്തിയും നമ്മെ ഇഹത്തിലും പരത്തിലും ഗതികെട്ടവരാക്കി തീർക്കും. ആരുടെ കാര്യമാണ് പറയുന്നത്? കുടുംബത്തിൽ സംഘം വയ്ക്കുന്നവൻ. ഒന്നിലും സംഘം പാടില്ല. ഏറ്റവും കൂടുതൽ സംഘം ഈ കുടുംബത്തിനോടും കുടുംബാംഗങ്ങളോടുമാണ്. അതുകൊണ്ടാണ് അതിനെ വിശേഷിച്ച് എടുത്തു പറയുന്നത്. ആകയാൽ ഇത്ര ഘോരമായ ആപത്തിനിടം കൊടുക്കുന്ന സ്ത്രീ നികരത്തെ തുറവി ഉപേക്ഷിക്കുക തന്നെ വേണം. എല്ലായിടത്തും ഈ സ്ത്രീകളെ കുറ്റം പറയും. ഞാൻ ഇന്നലെ പറഞ്ഞു, എതിർലിംഗത്തോടുള്ള ആകർഷണം അതാണ് ഉപേക്ഷിക്കപ്പെടേണ്ടത്. സ്ത്രീയം ത്യക്വാ ജഗത്യക്തം. പ്രപഞ്ചത്തെ ഉപേക്ഷിക്കണം, എല്ലാറ്റിനെയും വിടണം എന്ന് പറയുമ്പോൾ
എല്ലാം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉണ്ടെന്ന് വിചാരിക്കേണ്ട. പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയെ ഉപേക്ഷിച്ചാൽ, സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനെ ഉപേക്ഷിച്ചാൽ എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. സ്ത്രീയം ത്യക്വാ ജഗത്യക്തം. എതിർലിംഗത്തോടുള്ള ആകർഷണം, ആ മോഹം, അതിനെ വിട്ടാൽ പ്രപഞ്ചം തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. നിങ്ങൾ അങ്ങേയറ്റത്തെ സന്യാസിയായി എന്ന്. കാരണം ആ ആകർഷണത്തിലാണ് മറ്റുള്ളവയെല്ലാം കൂടിച്ചേരുന്നത്, നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒന്നിനെ ഉപേക്ഷിച്ചാൽ എല്ലാം ത്യജിക്കപ്പെട്ടതായി പരിഗണിക്കപ്പെടും. ഇനി അടുത്ത പദ്യം വായിക്കാം. കണ്ണനെ പോൽ തന്നെ അറിവനോ കാക്കയുടൻ മഞ്ഞു കുയിൽ പോന മാറുപോൽ. ഇത് അല്ല, അത് ഈ ഒരു പദ്യം വിട്ടുപോയതാണ്. തമിഴിലെ ഇതിന്റെ അടുത്ത പദ്യമാണ്. അപ്പൊ ഒരു പദ്യം ഒന്നുകിൽ ചിലപ്പോൾ ഓർഡർ തെറ്റി കിടക്കുന്നുണ്ടാവും. ഇതില് ഈ പുസ്തകത്തിൽ ഞാൻ തമിഴിലും നോക്കി, തമിഴിലുള്ള ഒരു പുസ്തകമുണ്ട്. ഈ ഓർഡറിലാണ്, ഈ ശ്ലോക ക്രമത്തിലാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ അത് നോക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്ന ശ്ലോകം വരുന്നത്. കണ്ണനെ പോൽ തന്നെ അറിവനോ കാക്കയുടൻ മഞ്ഞു കുയിൽ പോന വാറുപോൽ അന്യമായി പേശാതു പോന തുറവി പിറപ്പറുപ്പാർക്ക് ആശാനുമെன்றേ അറി. എന്താ? കണ്ണനെ പോൽ, കർണനെ പോലെ. ഈ കർണനോട് വന്നു ഈ ഒഴിവിലൊടുക്കത്തില്. അങ്ങനെ മഹാഭാരതത്തിലുള്ള ആളല്ലേ ഈ കർണനെ പോലെ എന്ന് പറഞ്ഞല്ലോ. കർണന്റെ ജീവിതം നമുക്കറിയാമല്ലോ. കുന്തിയുടെ മകനായിരുന്നു. കുന്തി കന്യകയായിരിക്കുമ്പോൾ സൂര്യദേവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മന്ത്രം പരീക്ഷിച്ചതാണ്. ഇതാണ് ഈ വേണ്ടാത്ത കാര്യത്തിനൊന്നും പോരുത് എന്ന് പറയുന്നത്. ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ടെസ്റ്റ് ചെയ്ത് കളയാം. മദ്യം ടേസ്റ്റ് ചെയ്ത് കളയാം. വലിയ ദോഷമാണ് ഈ ടെസ്റ്റ് ചെയ്യലും ടേസ്റ്റ് ചെയ്യലും, വലിയ ദോഷമാണ്. കന്യകയായിരുന്ന കുന്തി 8-10 വയസ്സ് പ്രായമുണ്ട്. ദുർവാസാവിനെ വേണ്ട പോലെ പരിചരിച്ചു. ദുർവാസാവ് അനുഗ്രഹിച്ചു, ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ഈ മന്ത്രം പറഞ്ഞാൽ ഏത് ദേവനെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഉച്ചരിക്കുന്നുവോ ആ ദേവൻ നിനക്കൊരു കുഞ്ഞിനെ നൽകും. കൊച്ചുകുട്ടിയല്ലേ, 10-12 വയസ്സായുള്ളൂ. ഈ മഹർഷി പറഞ്ഞത് സത്യമാവുമോ അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞതാണോ? നേരെ പുറത്തു വന്നു നോക്കിയപ്പോൾ ആകാശത്തിൽ സൂര്യനെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഒന്ന് ചൊല്ലി. സൂര്യനുണ്ട്, ഇതാ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നിൽക്കുന്നു. ഉടനെ ഈ കുന്തിക്കും സൂര്യനും തമ്മിൽ ദാമ്പത്യ ബന്ധത്തിൽ ജനിച്ചതാണ് കർണൻ എന്ന് വിചാരിക്കരുത്. ആ ദേവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുന്നതാണ്. അപ്പോ അവിടെ കന്യകാത്വം നഷ്ടമാവുന്നില്ല. കാരണം ഗർഭിണിയായി പ്രസവിച്ചതല്ല, കുഞ്ഞുണ്ട്, കന്യകാത്വം നഷ്ടമായിട്ടുമില്ല. ഇത് മറ്റു മതങ്ങളിലില്ലേ, കന്യാമറിയം. അപ്പോ ഈ കർണൻ എന്താ സംഭവിച്ചത്? കർണൻ താൻ കുന്തിയുടെ മകനാണ് എന്നുള്ള കാര്യം വളരെ വൈകിയാണ് അറിയുന്നത്. വളരെ വൈകിയാണ്. ആ മഹാഭാരത യുദ്ധത്തിന്റെ ആ സമയത്തിനാണ്, ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പോ മറ്റോ ആണ് അറിയുന്നത്. പക്ഷെ കർണൻ എന്ത് ചെയ്തു? ദുര്യോധനനെ ഉപേക്ഷിച്ചില്ല. കാരണം എനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ സന്ദർഭത്തില് ആ അംഗരാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്ത് ഈ രാജകുമാരന്മാർ പങ്കെടുക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആ അവകാശം നേടിക്കൊടുത്തു. ആ സമയത്ത് ദുര്യോധനനാണ് കർണന്റെ രക്ഷയ്ക്കെത്തിയത്. ആ സദസ്സിൽ കുന്തി ഉണ്ടായിരുന്നു. ആ കുന്തി പറഞ്ഞാൽ മതിയായിരുന്നു. മറ്റുള്ളവരെന്താ പറഞ്ഞത്? സൂതപുത്രൻ, ഒരു തേരാളിയുടെ മകൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല, ഇത് രാജകുമാരന്മാർക്ക് വേണ്ടിയുള്ള മത്സരമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കുന്തിക്ക് ഇത് കർണൻ തന്റെ മകനാണെന്നുള്ളത് അറിയാം. അധിരഥനും രാധയും വളർത്തിയ മകനാണ് കർണൻ. അധിരഥൻ തേരാളിയാണ്, ഭാര്യയുടെ പേരാണ് രാധ. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ജനിച്ചല്ല, ഇവർ രണ്ടുപേരും കൂടെ വളർത്തിയ കുട്ടിയാണ് കർണൻ. അപ്പൊ ആ കർണൻ തന്റെ മകനാണെന്ന് കുന്തിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ആ സദസ്സിൽ വെച്ച് അവർ തുറന്നു പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നോ? അപമാനം. ഓഹോ, അപ്പൊ ഈ യുധിഷ്ഠിരൻ ജനിക്കുന്നതിന് മുമ്പ് ഈ യുധിഷ്ഠിരനും ഒരു ദേവന്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ചതാണ്. യമധർമ്മന്റെ മകനാണ് യുധിഷ്ഠിരൻ. അർജുനൻ ഇന്ദ്രന്റെ, ഭീമൻ വായുദേവന്റെ, നകുല സഹദേവന്മാർ അശ്വിനി ദേവന്മാരുടെ മക്കളുമാണ്. ചുരുക്കം പാണ്ഡുവിന് കുന്തിയില് കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ പാണ്ഡവർ എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയാവില്ല. കാരണം പാണ്ഡുവിനൊരു ശാപമുണ്ട്, പത്നിയുമായി സംഗമിച്ചാൽ മരിച്ചു പോകും. അതുകൊണ്ട് പാണ്ഡവിൽ നിന്ന് ഒരു സന്താനം കുന്തിക്ക് ഉണ്ടാവാൻ സാധ്യമല്ല. ഇതില് ഈ അവസാനം പറഞ്ഞ നകുലനും സഹദേവനും അശ്വിനി ദേവന്മാരുടെ മക്കളാണ്.
പക്ഷേ കുന്തിയുടെ മക്കളെല്ലാം മാദ്രിയിൽ ജനിച്ച കുട്ടികളാണ്. കാരണം പാണ്ഡുവിന് 2 ഭാര്യമാരാണ്, കുന്തിയും മാദ്രിയും. ഈ പാണ്ഡുവിന് ഭാര്യയുമായിട്ട് സംയോഗം നടത്താനുള്ള ഒരു അവകാശമില്ല. കാരണം ഭാര്യ സംയോഗം കൊണ്ട് അയാൾ മരിച്ചു പോകും എന്നാണ് ശാപം. അപ്പൊ കുന്തിക്ക് 3 മക്കളും കിട്ടി ആ മന്ത്രത്തിന്റെ വീര്യം കൊണ്ട്. അപ്പൊ മാദ്രിക്ക് ഒരാഗ്രഹം, നീ ആ മന്ത്രം എനിക്ക് പറഞ്ഞു തന്നാലേ എനിക്ക് എന്റേതായിട്ട് 2 കുട്ടികൾ കിട്ടുമല്ലോ. അങ്ങനെ മന്ത്രം മാദ്രിക്ക് പറഞ്ഞു കൊടുത്തു കുന്തി. അങ്ങനെ ആ മന്ത്രത്തെ അശ്വിനി ദേവന്മാർ ധ്യാനിച്ചുകൊണ്ട് ഉച്ചരിച്ചപ്പോഴാണ്, അശ്വിനി ദേവന്മാർ എന്ന് പറയുന്നത് ഇരട്ടകളാണ്, അതുപോലെ നകുല സഹദേവന്മാരും ട്വിൻസാണ്, ഇരട്ടകളാണ്. അങ്ങനെയാണ് അവരുടെ ജനനം. ഇവിടെ ഈ കർണനെ ഉദാഹരണം പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, കർണന് തൻ്റെ അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ തൻ്റെ കുടുംബം പാരമ്പര്യം ഒന്നും അറിയില്ല. അതുപോലെ താൻ ആരാണെന്ന് അറിയാതെയാണല്ലോ ഈ ജീവന്മാർ ഈ ലോകത്ത് നിന്ന് യാത്രയാവുന്നത്. താൻ വാസ്തവത്തിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇത് മനസ്സിലാക്കാതെയാണ് ഓരോ ജീവനും ജീവിക്കുന്നതും മരിച്ചു പോകുന്നതും. ആരാണ് താൻ? ബ്രഹ്മം. വേറെ എന്താവാൻ പറ്റും? താൻ മാത്രമല്ല ഈ കാണുന്ന എല്ലാം. അപ്പൊ കർണനെ പോലെ തന്നെ അറിവനോ, തന്നെ അറിയുമോ? കർണൻ വളരെ വൈകിയാണ് അറിയുന്നത് കുന്തിയുടെ മകനാണ്. പക്ഷേ അദ്ദേഹം പാണ്ഡവ പക്ഷത്ത് ചാടിയില്ല. ഇങ്ങോട്ട് വാ മോനെ, ഈ യുധിഷ്ഠിരാദികൾ നിന്റെ സഹോദരന്മാരാണ്, നീ ദുര്യോധന പക്ഷത്ത് യുദ്ധം ചെയ്യേണ്ടവനല്ല, ഇപ്പുറത്ത് പോര് മറുകണ്ഠം ചാടെന്ന് പറഞ്ഞപ്പോ കർണൻ കൂട്ടാക്കിയില്ല. അപ്പൊ കർണനെ പോൽ തന്നെ അറിവനോ, ഈ കർണന്റെ സ്വഭാവമാണ് ജ്ഞാനികൾക്ക് അല്ലെങ്കിൽ വിവേകികൾക്ക്. അവർക്ക് താൻ ഇന്നാരുടെ മകനാണെന്നോ തനിക്ക് മറ്റു പലരുമായി ബന്ധമുണ്ടെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുമായി അവർ താതാത്മ്യപ്പെടുന്നില്ല. ഇനി ആരെങ്കിലുമൊക്കെ നീ എൻ്റെ മകനാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് അനുജനാണ് എന്നൊക്കെ പറഞ്ഞ് ബന്ധവും കൊണ്ട് ഇവരുടെ അടുത്ത് വന്നാൽ അവരത് അംഗീകരിക്കുകയുമില്ല. കർണൻ എങ്ങനെയാണോ പാണ്ഡവ പക്ഷത്ത് യുദ്ധം ചെയ്യാതെ കൗരവപക്ഷത്ത് തന്നെ ഉറച്ചു നിന്നത്, അതുപോലെ അവർ താൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അവരുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. കണ്ണനെ പോൽ തന്നെ അറിവനോ, കാക്കയുടൻ മഞ്ഞ് കുയിൽ പോലെ വാറുപോൽ. കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. കുയിൽ കൂട് കൂട്ടാറില്ല. അതിന് അറിഞ്ഞുകൂടാത്തതാണോ അല്ലെങ്കിൽ മെനക്കെടാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണോ അറിയില്ല. പ്രകൃതിയിൽ ഈ കുയില് കൂട് കൂട്ടാറില്ല, കാക്ക കൂട്ടിലാണ് അത് മുട്ടയിടുന്നത്. അങ്ങനെ കാക്കയുടെ കൂട്ടിൽ ഒരു കുയില് മുട്ടയിട്ടു. ആ മുട്ട വളർന്ന് കുയിലിന്റെ കുഞ്ഞായി പുറത്തു വന്നു. അത് താൻ കുയിലാണ് എന്ന് ഈ കാക്കകൾ മനസ്സിലാക്കുന്നതിന് മുമ്പേ കൂട് വിട്ട് പറന്നു പോയി കളയും, നിൽക്കില്ല അവിടെ. കാരണം ഇത് കാക്കക്കുഞ്ഞല്ല എന്ന് ഈ കാക്കകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊന്നുകളയും. എങ്ങനെയാണ് അവര് ഇത് കാക്കക്കുഞ്ഞല്ല എന്ന് മനസ്സിലാകുന്നത്? ഇത് അല്പം വളർന്നു വരുമ്പോ ബാക്കിയുള്ള കാക്കക്കുഞ്ഞുങ്ങൾ കാന്ന് കരയുമ്പോ ഇവൻ മാത്രം കൂ കൂന്ന് പറഞ്ഞ് കൂവും. അപ്പോ ഈ ശബ്ദം വായിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പതുക്കെ ആശാൻ രക്ഷപ്പെടും. ഇതൊക്കെ പ്രകൃതി ഉണ്ടാക്കിയതാണ്. ആര് പറഞ്ഞു കൊടുത്ത് ഈ കുയിലിനോട്? അമ്മ കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിട്ടിട്ട് പോയത്. താൻ വളർന്നു വരുമ്പോ ഈ കൂടെയുള്ള കാക്കക്കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് താൻ അകന്നു പോകണം എന്ന് ആരാ തോന്നിക്കുന്നത് ഈ കുയിലിന്റെ ഉള്ളിൽ? അതേ ശക്തി തന്നെയാണ് കുടുംബത്തിൽ നിന്ന് ഒരാളെ പുറത്തു കടക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയും. ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ഈ കുയിലിനെ പോലെ പോകും. ആരോടും ഒന്നും പറയാതെ വിട ചോദിക്കാതെയാണ് കടന്നു പോകുന്നത്. ഈ കുയില് പോകുമ്പോ അപ്പോഴേ നമുക്ക് പിന്നെ കാണാം, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ടല്ല, അനുവാദം വാങ്ങിച്ചിട്ടൊന്നുമല്ല പോകുന്നത്. ഇതുപോലെയാണ് വിരക്തി വന്നവൻ കുടുംബത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത്. അവൻ ആരോടും അനുവാദം വാങ്ങാൻ നിൽക്കില്ല, കാരണം ചോദിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഏത് ഭാര്യ ഏത് കുട്ടികൾ സമ്മതിക്കും അച്ഛൻ സന്യാസിയായി പോവാൻ? ആരെങ്കിലും സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കില്ല. പിന്നെ കാരണം നമുക്ക് പലരിൽ നിന്നും പല കാര്യങ്ങളും കിട്ടാനുണ്ട്, സംരക്ഷണം ആവശ്യമാണ്. അപ്പൊ അവര് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു പോയാൽ അങ്ങനെ പോകാൻ പറ്റും? ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഔവൈപ്പാട്ടി തമിഴിൽ പറഞ്ഞത് കൂറാമൽ സന്യാസം കൊൾ. വീട്ടുകാരോട് അനുവാദം ചോദിച്ചാൽ കിട്ടില്ല, പറയാതെ രാഖി രാമായണ സ്ഥലം വിട്ടയക്കണം എന്നാണ്. ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് അനുവാദം തരാൻ പോകുന്നില്ല എന്നാ. കാക്കയുടൻ മഞ്ഞ കുയിൽ പോന വാറുപോൽ.
മഞ്ഞ കുയിൽ എന്ന് പറഞ്ഞാൽ കാക്കയോടൊപ്പം ജീവിച്ച കുയിലിനെ പോലെ. അത് ആരോടും ചോദിക്കാതെ, ഈ കാക്കയോടും ചോദിക്കാറില്ല, കൂടെയുള്ള കാക്ക കുഞ്ഞുങ്ങളോടും അനുവാദം ചോദിക്കാറില്ല. ഈ കാക്കകൾ തന്റെ സ്വരത്തിൽ നിന്ന് തന്നെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ സ്ഥലം വിടും. ആ പോണ പോക്കിൽ അവർ അസാധാരണമായിട്ടൊന്നും സംസാരിക്കാറില്ല. ആര്? ജ്ഞാനികൾ. അതായത് ഈ കുടുംബനാഥന് വിരക്തി വന്നു. അദ്ദേഹം ഒരു സന്യാസിയെ പോലെയൊക്കെ കുറെ ദിവസമൊക്കെ സംസാരിച്ച് ജീവിച്ചതിന് ശേഷമല്ല സന്യാസിയാവുന്നത്, പൊടുന്നനവയാണ് എന്ന്. ഒരു ദിവസം പെട്ടെന്ന് ഒരു വൈരാഗ്യം വന്നു, വിരക്തി വന്നു. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പ ഇറങ്ങണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. ഏത് പകലിലാണോ നിങ്ങൾക്ക് കടുത്ത വിരക്തി ഉണ്ടാവുന്നത്, ആ പകലിൽ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളണം. അല്ല, ഇന്നത്തെ രാത്രി കൂടെ കഴിഞ്ഞിട്ട് നാളെ നല്ല ദിവസം ശുഭമുഹൂർത്തം നോക്കി വീട് വിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഈ വൈരാഗ്യം തന്നെ ഉണ്ടാവില്ല ഉള്ളിൽ. എന്തിനിപ്പൊ പോണമെന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് വിരക്തി വന്നു കഴിഞ്ഞാൽ ഉടൻ സ്ഥലം കാലിയാക്കുക, വെച്ച് താമസിപ്പിക്കരുതെന്ന്. കാരണം അതൊരു ശുഭകാര്യമാണ്. ശുഭസ്യ ശീഘ്രം. നല്ല കാര്യങ്ങൾക്ക് അമാന്തം പാടില്ല. അങ്ങനെ ഈ കുയില് തന്നെ തിരിച്ചറിയുന്നതിന് മുമ്പ് ആരോടും ഒന്നും സംസാരിക്കാതെ കൂട് കാലിയാക്കുന്നത് പോലെ ഗൃഹസ്ഥൻ വീട് കാലിയാക്കണം എന്നാണ്. കാലിയാക്കണം എന്ന് പറഞ്ഞാൽ വീട് വിട്ട് പുറത്ത് കിടക്കണം. അങ്ങനെയാണ് സന്യാസം. സന്യാസികൾ പലരും അങ്ങനെ ഇറങ്ങിപ്പോയവരാണ് എന്നാണ്. അല്ലാതെ നാളും തിഥിയും മംഗളമുഹൂർത്തവും ഒന്നും നോക്കിയിട്ടല്ല അവര് സന്യാസം സ്വീകരിച്ചത്. അന്യമായി പേശാതെ പോന തുറവി. സാധാരണ സംഭാഷണത്തിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. ആ വൈരാഗ്യം പതുക്കെ പതുക്കെ വളരുമ്പോൾ അതിൻ്റെതായ ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ കൊടുന്നതിനെയാണ് ഒരു വിവേകി കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്നത്. അന്യമായി പേശാതെ പോന തുറവി. ഒന്നും സംസാരിക്കാതെയാണ് തുറവി, സന്യാസി ഇറങ്ങിപ്പോകുന്നത്. അയാൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഒരു എസ്കേപ്പിസ്റ്റ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി എന്നാണ്. കാരണം ഇതൊക്കെ വലിയ കുഴപ്പമാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും താൻ മാത്രം രക്ഷപ്പെടണം. ഇവരെങ്ങനെ പോയാലും കുഴപ്പമില്ല, എനിക്ക് രക്ഷപ്പെടണം. സ്വാർത്ഥത കൊണ്ട് അയാൾ വീട് വിട്ട് പുറത്ത് കടന്നു എന്നൊരിക്കലും വിചാരിക്കരുത്. അവൻ ആരാണ് എന്ന് ചോദിച്ചാൽ പിറപ്പറുപ്പാർക്ക് ആശാനമെன்றേ അറി. ജന്മബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ജന്മനാശം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇനിയൊരു ശരീരം സ്വീകരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവൻ ആചാര്യനാണ്. ആരെ? ഇങ്ങനെ പുറത്തു കിടക്കുന്നവൻ. അവൻ ആചാര്യനാണ്, ഗുരുവാണവൻ. അവന്റെ കയ്യിൽ നിന്നും വേണം അധ്യാത്മശാസ്ത്രം കേൾക്കാൻ, അല്ലാതെ എന്നെ പോലെ ഒരുത്തന്റെ കയ്യിൽ നിന്നല്ല. സന്യാസി പറയണം വേദാന്തം, അയാളുടെ മുഖത്തിൽ നിന്ന് കേൾക്കണം. ഈ വിരക്തി, വൈരാഗ്യം, ഇതൊക്കെ എന്താണ്? ആത്മതത്വം. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ അഴുക്കൊക്കെ കുറെയൊക്കെ ഉണ്ടാവും. മറ്റേത് അങ്ങനെയല്ല, സ്ഫടികം പോലെയാണ്. നിസ്സംഗതയുടെ മൂർത്തീഭാവമാണ്. അതുകൊണ്ട് നമ്മൾ പറയാറില്ലേ, ഉണ്ട് നിറഞ്ഞവന്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങിക്കണം, കണ്ട് നിറഞ്ഞവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കണം എന്ന് പറയുന്നത് പോലെ നല്ല വിരക്തി വന്ന് സന്യാസം സ്വീകരിച്ചവന്റെ അടുത്തുനിന്ന് വേണം തത്വം ശ്രവിക്കാൻ എന്ന് വിചാരിച്ച് നാളെ മുതൽ ഞങ്ങൾ വരില്ല എന്ന് പറയരുത്. കാര്യം പറയുമ്പോ പറയേണ്ടി വരും, എല്ലാ വശങ്ങളും പറയേണ്ടി വരും. പേശാതെ പോന തുറവി പിറപ്പറുപ്പാർക്ക് ആശാൻ. പണ്ട് ആശാൻ പള്ളിക്കൂടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, മണ്ണിലാണ് എഴുതി. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഞാൻ ആശാൻ പള്ളിക്കൂടത്തൊന്നും പോയിട്ടില്ല. ഒരു കമ്പോ അതുപോലുള്ള എന്തെങ്കിലും ഒരു കോലോ എന്തെങ്കിലും കൊണ്ട് എന്ന് എഴുതി പഠിപ്പിക്കുകയാണ്. 1, 2 എല്ലാം മണ്ണിലാണ് എഴുതി പഠിപ്പിക്കുന്നത്. ആശാൻ, അധ്യാപകൻ, ഗുരു, ആചാര്യൻ എന്നാണ് അർത്ഥം. ഇങ്ങനെ വിരക്തി വന്ന് കുടുംബജീവിതത്തെ ഉപേക്ഷിച്ച് പുറത്ത് കിടക്കുന്നവനാണ് ജന്മം വേണ്ട, ഇനി ഒരിക്കലും ജനിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചവർക്ക് ആചാര്യൻ. അതുകൊണ്ട് അങ്ങനെ ഒരാളെ കിട്ടുമെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തത്വം ശ്രവിച്ചാൽ കൂടുതൽ പ്രയോജനപ്പെടും എന്നാണ്. അതിന്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഇതില് കണ്ണനാണ് കണ്ണൻ എന്ന് പറയുന്നത്. തമിഴില് കള്ളൻ, കൾവൻ എന്നുള്ള വാക്കൊക്കെ ഉണ്ട്. തന്റെ കുടുംബത്തെ ഒട്ടും തന്നെ സ്മരിക്കാത്ത കർണനെ പോലെ ഉത്തമ പക്വൻ തന്റെ ജാതിയോ വംശമോ ഓർക്കുക പോലും ചെയ്യുന്നില്ല. കാക്കത്തള്ളയോടുകൂടി ബാല്യത്തിൽ കഴിഞ്ഞുകൂടുന്ന കുയിൽ പ്രായമാകുമ്പോൾ ഒരു ശബ്ദവും കൂടാതെ ആ തള്ളയെ വിട്ടുപിരിയുന്നു. അതുപോലെ വിവേകമില്ലാതിരുന്ന കാലത്തിൽ
കുടുംബത്തോട് കൂടി കഴിയുന്ന ഒരാൾക്ക് കുടുംബജീവിതം നിത്യമല്ല എന്നുള്ള വിവേകം ഉദിക്കുന്ന ഉടൻ തന്നെ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ അയാൾ കുടുംബബന്ധം വിട്ട് സന്യാസിയായി ഇറങ്ങുന്നു. അങ്ങനെ വീട് വിട്ടിറങ്ങുന്ന ധീരനായ ഉത്തമ പക്വൻ പിറപ്പറുക്കുന്ന തുറവികളിൽ അഗ്രഗണ്യനാണെന്ന് കരുതാവുന്നതാണല്ല, അങ്ങനെ തന്നെ കരുതേണ്ടതാണ്. അവിടെ ചോയ്സ് ഒന്നുമില്ല. അയാളാണ് ശരിക്കും പാകത വന്ന വ്യക്തി. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വരും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.